പാല് ജോഡിക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ആടുന്നുണ്ട് പാടുന്നുണ്ട് ആടുന്നുണ്ട് പാടുന്നുണ്ട് കള്ളെടുപ്പിച്ചു നാരങ്ങ പാല് ജോഡിക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ആടുന്നുണ്ട് പാടുന്നുണ്ട് കള്ളനെ പിടിച്ചു. ഈ കളി വേണ്ട, നമുക്ക് അമ്മയും മക്കളും കളിക്കാം. വേണ്ട വേണ്ട, ഈ കളിയാ നല്ലത്. എന്നാ ഞാനില്ല കളിയെങ്കിൽ വേണ്ട. നാരങ്ങ പാല് ജോഡിക്ക് രണ്ട്. എല്ലായിടത്തും തുണികൾ വാങ്ങിച്ചു തച്ചു കൊണ്ട് കൊടുക്കണ്ടേ? എല്ലാത്തിനും ഞാൻ തന്നെ പോകണം. ഇതെല്ലാം കൊടുത്തിട്ട് വേണം വീട്ടിലെ ജോലി ചേർക്കാൻ. എന്താ മോളെ? അടുത്ത് കളിക്കാൻ റെഡിയാ? നീ എന്റെ മോളെ അവരോട് കളിക്കാൻ പോവാൻ. നിങ്ങൾ എന്താ രാധ കളിക്കാൻ കൂട്ടാത്തത്? അവള് ഞങ്ങളോട് കൂടാഞ്ഞിട്ടാ. ഞാൻ അമ്മയും മക്കളുമായി കളിക്കാന്ന് പറഞ്ഞപ്പോ അവര് കേട്ടില്ല. അമ്മേ പിന്നെ ഇപ്പഴേ അമ്മയാണോ അല്ലേ? അയ്യ നല്ല ഉടുപ്പിത്. എനിക്ക് ശാന്തക്കാണ് അമ്മേ. നിനക്കോ? മീനാക്ഷി ഭവനിലെ ഗൗരിയമ്മ തിന്നാൻ തന്നത്. കുട്ടികളല്ലേ ചേച്ചി, നല്ല സാധനങ്ങൾ കാണുമ്പോ അവർക്ക് ആഗ്രഹം തോന്നും. ആഗ്രഹം സാധിപ്പിക്കാൻ എനിക്ക് കഴിയണ്ടേ ദേവി? ആ, അവരുടെ കാലം വരുമ്പം കഷ്ടപ്പാടെല്ലാം തീരും. മോക്ക് നല്ല ഉടുപ്പ് അമ്മ വാങ്ങിച്ചു തരും. ഇപ്പൊ മോള് പോയി കളിക്കും. വാ നമുക്ക് പോകാം. അല്ല, മാധവിയമ്മയും ദേവി എങ്ങോട്ടാ? മീനാക്ഷി പോകുമ്പോ ഒന്ന് പോണം മാഷെ. ഞാൻ മാധവിയമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങിയതാ. എന്താ മാഷെ? സ്കൂളിലെ ഡ്രാമ മത്സരത്തിൽ രാധയ്ക്ക് 1ാം സമ്മാനം കിട്ടിയെന്ന് കേട്ടല്ലോ. ശരിയാ മാഷെ, ഞങ്ങളൊക്കെ പോയിരുന്നു. ആ കൊച്ചു പെണ്ണ് അമ്മയായിട്ട് അഭിനയിച്ചാ 1ാം സമ്മാനം മേടിച്ചത്. ഞങ്ങളുടെ ക്ലബിൽ ഒരു നാടകം നടത്താൻ നിശ്ചയിച്ചിരിക്കുക. രാധയെ അയക്കുന്നതിൽ മാധവിയമ്മയ്ക്ക് വിരോധമുണ്ടോ? എനിക്ക് എന്തിനാ വിരോധം? കൊണ്ടുപോകുന്ന മാഷല്ലേ. മാഷേ, സ്കൂളിലെ നാടകം എന്ന് വെച്ചാലേ അവർ പഠിക്കുന്നിടത്തെ കാര്യമാ. ഈ ക്ലബിലും കുന്തത്തിലും ഒക്കെ പറഞ്ഞയച്ചാലേ പെൺകുട്ടികളുടെ ഭാവി ചീത്തയാവും. ദേവകി, ഈ തരം അഭിപ്രായങ്ങളാണ് എത്രയോ കുട്ടികളുടെ കലാവാസനെ നശിപ്പിക്കുന്നത്. അഭിനയിക്കാൻ പോകുന്നവരെല്ലാം ചീത്തകളാണെന്നാണോ ദേവകിയുടെ വിചാരം? എന്നല്ല, സാധാരണ എല്ലാരും പറയുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. ചീത്തയാകേണ്ടത് വീട്ടിലിരുന്നാലും ചീത്തയാവും. മാധവിയമ്മ എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാ? ആ, എന്നാ ഞാൻ നാളെ രാത്രി കൂട്ടിക്കൊണ്ടു പോകും. ചീത്തയാവുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരീക്ഷ നോക്കാൻ പറ്റും. എന്താ? നാട്ടിൻപുറങ്ങളിലുള്ള കുട്ടികൾക്ക് നല്ലോരോണം വിട്ടാൽ കൊയ്ത്തുകാലം വിശേഷമല്ലോ. നാട്ടിൻപുറങ്ങളിലുള്ള എന്താ പൊട്ടിയത് കുട്ടാ? അതോ നിന്റെ ചേട്? തോന്നിയാസം പറയേണ്ട കുട്ടാ, അതാ നല്ലത്. എന്റെ ചേട് പൊട്ടിന്ന് കുട്ടനാരെ നിശ്ചയിക്കാൻ. മുൻപിൽ വന്നെന്ന് 3 വിളിച്ചാ മിണ്ടാത്താളുടെ ചേട് പൊട്ടിയത് തന്നെയാ പെണ്ണെ. പെണ്ണെ ചെറുക്കാന്നൊക്കെ ആരാ വിളിക്കാന്നറിയോ? എന്നങ്ങനെ എന്റെ അമ്മയെ വിളിക്കുക. ഹേ, നീയും നിന്റെ ഒരു അമ്മയും. എനിക്ക് നിന്റെ പെണ്ണെ വിളിക്കാൻ നിന്റെ അമ്മയുടെ ശുപാർശ ഒന്നും വേണ്ട. ഓ, പിന്നെ കുട്ടന്റെ അമ്മയായിരിക്കും വലിയ ആള്. അടുക്കളയിൽ തീകളി ഉണ്ടല്ലേ കുട്ടന്റെ അമ്മയുടെ ജോലി. എന്റെ അമ്മ തീക്കൊള്ളി എന്തിട്ടാടി നീ നിന്റെ അമ്മയും ചാപ്പാട് കഴിയുന്നത്? കുട്ടന്റെ അമ്മയില്ലെങ്കിൽ വേണം, അത്രേ ഉള്ളൂ. എനിക്ക് നല്ല പാട്ടറിയാലോ, കുട്ടൻ അറിയില്ലല്ലോ. ഓ, നിന്റെ ഒരു ഓണപ്പാട്ട് വേണമായിക്കട്ടെ. സാഹിബിന്റെ പാട്ട്. There is a monkey king named Sugriva. I am his prime minister. ഓ രാഘവ. ഇതിപ്പോ മിസ്റ്റർ ഓ രാഘവനോട് പറയുമ്പോ, പിന്നെ മറ്റൊരാളോട് പറയുമ്പോ ലേശം മാറും കേട്ടാ. There is a monkey king named Sugriva. I am his prime minister. ഓ ശൂർപ്പണഖേ. തോന്നാസം പറയണ്ട കേട്ടോ. എന്തിനാ എന്നെ ശൂർപ്പണഖേന്ന് വിളിക്കുന്നത്?
വണ്ടിയിലല്ലേ മോളെ പോയത്? ആ വണ്ടി കയറി പോകാനായിരിക്കും അമ്മ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ വണ്ടി വരില്ലേ? വരും. നുണ പറയാണ്. എന്നെ അവളെ അടുത്തേക്ക് കൊണ്ടുപോ. ആ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടി പാലത്തിൽ തലവെച്ചാൽ മതി. നേരെ അങ്ങോട്ട് തന്നെ പോവാം. എപ്പോഴാ നമ്മളവിടെ പോണത്? എന്നെ കൊണ്ടുപോളെ, എന്നെ കൊണ്ടുപോ. നടക്കും, നടക്കാൻ. കുറച്ചാളെ കഴിച്ച് കിടക്കല്ലേന്ന്. 10 രൂപയ്ക്ക് എത്ര അമ്മക്ക? ഇന്നൊക്കെ എത്ര വേണ്ടി? അത് മതി. എനിക്കൊരു 50 പൈസക്ക് മതി. ഓ 50 പൈസ കച്ചവട. 1 1 1 1 1 1 1 2 2 2 2 2 2 3 3 3 3 4 4 4 4 4 5 5 5 5 5 6 6. ഇത്രയാണോ? അല്ല, കൊട്ടകളെ മിക്ക കൊടുത്തരാ. മുതലാവുന്ന കച്ചവടം നമ്മൾ കഴിയോ? നിങ്ങൾക്കും നഷ്ടം വരാൻ പാടില്ല, നമുക്കും നഷ്ടം വരാൻ പാടില്ല. പടവടാ പടവടാ വിചാരിക്ക. അമ്മ എവിടെ നിന്ന് കിട്ടി മോളെ? റെയിൽവേ പാലത്തിന്റെ അടുത്തുണ്ട്. ഇവിടെ ഇരിക്കൂ. ഓ, വണ്ടി കയറാൻ പോയതായിരിക്കും. നിങ്ങൾ എന്തിനാണ് തൊള്ളേ സർക്കിറ്റ് പോളത്? ഈ പെൺകുട്ടിയെ പേടിപ്പിക്കാൻ അമ്മനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല മോളെ. ഏതും ഡോക്ടറെ കാണിക്കണ്ടേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മമതക്ക, സാധിക്കണ്ടേ? പിടിച്ചിട്ട് എല്ലാം ശരിയാവും. അല്ല, മൂക്കി മീമാല്ലേ? എന്റെ കയ്യിൽ കാശില്ല മമതക്ക. അല്ല, കാശുണ്ടായിട്ട് മമ്മൂക്ക പോയി മോളോട് മീൻ വാങ്ങണത്. ഞാൻ എത്ര കാശാ മമതക്കന് തരാനുള്ളത്? അത് മമ്മൂക്കല്ല, ഒന്നാഴ്ച വാങ്ങിക്കൊള്ളേ. ഇതാ വെച്ചോളി. മമ്മൂക്ക പോട്ടെ പോട്ടെ. പടവടാ പടവടാ പടവടാ. ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഞാൻ പുറത്തു പോയി ഇറങ്ങിയതാ. അപ്പോഴേക്കും അമ്മയെ കാണാതെയത്. ഞാൻ വരുന്നവരെ അമ്മ ഒന്ന് നോക്കിക്കോണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ എങ്ങോട്ടാ? എന്റെ മോള് ശാന്തനടുത്തേക്കാണോ? ഇങ്ങോട്ട് വരാനേ. എനിക്ക് എന്റെ മോളെ കാണണം. ഞാൻ മോളോട് പോവാ. എന്താ ഇത്? ലീവ് ആപ്ലിക്കേഷൻ. അത് മനസ്സിലായി. കാര്യമായ പനിയും തലവേദനയും നമ്മൾ എഴുതിയിരിക്കുന്നത്. തന്നെ കണ്ട ഒരു ജലദോഷത്തിന് ലക്ഷണം പോലും ഇല്ലല്ലോ. അത് ശരിയായ കാരണം എഴുതിയാൽ സാറ് ലീവ് തരില്ല. എന്താ ശരിയായ കാരണം? നാടകം. നാടകമോ? അതെ സാർ. നാടകം കാണാൻ 3 ദിവസം ലീവ്? അല്ല സാർ, ഞാനൊരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. താൻ നാടകത്തിൽ അഭിനയിക്കുന്നു? എന്ത് വേഷം താൻ അഭിനയിക്കാറുള്ളത്? ഹീറോ ആയിട്ട് അഭിനയിക്കും, വില്ലനായിട്ടും അഭിനയിക്കും. ഫ്രീ ആയിട്ട് അഭിനയിക്കാറില്ലേ? അയ്യോ, ഞാനും സാർ. എനിക്കതാ കുറെ കൂടെ നല്ലത്. ഏതായാലും ഇയർ എൻഡിങ് സമയത്ത് ലീവ് തരാൻ പറ്റില്ല. ചലിക്കരുത് സാർ, ഞാൻ ചെന്നില്ലെങ്കിൽ ആ കുഴപ്പമാകും. ശരി. ഏതായാലും ഇപ്രാവശ്യം ലീവ് തരുന്നു. മേലാൽ അനാവശ്യമായി ലീവ് ആവശ്യപ്പെട്ടാൽ തരില്ല, പറഞ്ഞേക്കാം. താങ്ക് യു. പിന്നെ നാടകത്തിന് സാറ് വരണം, ഞാൻ ടിക്കറ്റ് കൊണ്ടുതരാം. അത് നമുക്ക് ആലോചിക്കാം. പോണം. സാറ് ലീവ് സമ്മതിച്ചു. വെരി ഗുഡ്. രാധ എന്താ ഇനിയും വരാത്തോ? രാധ എന്ന് വരുന്ന കാര്യം സംശയമാണ്. അതെന്താ? ഇന്നലെ സെക്രട്ടറിയോട് പണം ചോദിക്കുന്നത് കേട്ടു. എന്നിട്ട് കൊടുത്തോ? എവിടെ നിന്ന് കൊടുക്കാം? വീണ്ടും അവധി പറഞ്ഞു.
ചേടാ നിനക്കത് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാനത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നല്ലോ. ഓഹോ, എന്നാൽ ആശാനെ എനിക്കും കുറച്ച് പണം താ. നിനക്കെന്തിനാ പണം തരുന്നത്? അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് വേറെ കാര്യം. ദേ, നിനക്ക് രാധയെ ശരിക്കും മനസ്സിലായിട്ടില്ല. അവള് നിന്റെ മുറക്കാങ്കട പൂട്ടിക്കും. നിങ്ങളിങ്ങനെ വാതി കഴിച്ചാലും ശരിയാവില്ല. നമുക്ക് റിഹേഴ്സൽ നോക്കണ്ടേ? എടോ, അതിന് നമ്മുടെ രാധ വന്നിട്ടില്ലല്ലോ. അതൊക്കെ അവര് ശരിക്കും പഠിച്ചു കഴിഞ്ഞതാ. വേണമെങ്കിൽ അവള് ഈ പ്രാവശ്യത്തെ 1ാം തരം നടിക്കുള്ള അവാർഡ് വാങ്ങിക്കും. ആശാനെ, അവാർഡ് ഇല്ലെങ്കിലും ഒരു പേവാർഡെങ്കിലും വാങ്ങിക്കും. പേവാർഡ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മളെ ആ കോമഡി സീനൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ടേ? അതിനാ കുഴപ്പമുണ്ടല്ലോ. എന്താ ആരെയും അഭിനയിക്കാൻ ആ പെണ്ണ് വന്നിട്ടില്ലല്ലോ. കല്യാണിന്ന് വിളിച്ചാലോ? ഒരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് മാറിയിരുന്ന എനിക്ക് നീ എന്റെ ഭാര്യയായിട്ടൊന്ന് അഭിനയിക്കും. എത്രാമത്തെ രംഗം അത്? 4 തോന്നുന്നുണ്ട്. 4. എന്റെ കൊടലി ഞാൻ മാന്തു. അവിടെ നീ ചാപ്പട്ടി ഊരാൻ മുറിച്ചാണ് ഞാൻ. ആഹാ, കഴിച്ചു കഴിച്ച് എന്നോടായി കളിയില്ലേ? എടി ജാനു, ജാനു എന്തേ എന്റെ തലക്കെട്ട് കാര്യം മാറ്റിയില്ല. എന്തേന്ന് അറിയും? പെണ്ണിന്റെ ഭാഗം അഭിനയിക്കാൻ പറഞ്ഞ എനിക്ക് ഒന്നും അറിയില്ലേ? പെണ്ണാണല്ലേ? അങ്ങനെ നിൽക്ക്. എടി, ഓ, സത്യം പറഞ്ഞോ, എന്താണ് ഇതെങ്ങനെ സംഭവിച്ചോടെ? ഏത് സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചെന്ന്? എന്ത് സംഭവിച്ചു ഞങ്ങൾ പറയുന്നേ? എടി, കേളപ്പന ഞാൻ എന്താ ചെയ്തത്? കേളപ്പന ചെയ്ത് നിങ്ങൾക്കല്ല അറിയാം, എനിക്കറിയാം. അവിടെ ഊരാൻ മുറിച്ചാണ് ഞാൻ. കഴിച്ചു കഴിച്ച് പോക്കറ്റിലാ സംഭവം. ഇതെന്താ അത് കോഴിമുട്ട. ഇതെന്താണ്? കോഴിമുട്ടാന്ന്. കോഴിമുട്ടയോ? കോഴിമുട്ടയോ? അല്ല, ആനമുട്ട. എടി, കേളപ്പന്റെ കോഴി എന്തിനാ ഇവിടെ വന്ന് മുട്ടിയിരുന്നത്? അത് കേളപ്പന്റെ കോഴിനോട് ചോദിക്കണം. ഇവിടെ മുട്ടിരുന്നത് ചാവുട്ടിയോട് ഞാൻ. എടി, ഇന്ന് കേളപ്പന്റെ കോഴി ഇവിടെ വന്ന് മുട്ടിയിടും. നാളെ കേളപ്പന്റെ ഭാര്യ ഇവിടെ വന്ന് പ്രസവിച്ചാല് ഞാൻ ഉത്തരം പറയണ്ടേ? അതിന് മുട്ടയിടുന്നത് പ്രസവിക്കുന്ന ഒരു വ്യത്യാസം. എന്നോട് പറഞ്ഞാലും മനസ്സിലാവും. സംഗതി എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇന്നലെ ഏത് കുട്ടിയുണ്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ലല്ലേ? നിങ്ങളെ മുട്ടയും കൂടെ ഇടിക്കും. അത് വേണം എടുത്തോ. നിങ്ങള് അത് ഈ കുടിച്ചോ? തുടക്കി 1ാം തരായിരുന്നു. എന്നാലേ എടി ജാനു, ഇങ്ങനെയാണെങ്കിൽ കേളപ്പന്റെ കോഴി ഇവിടെ തന്നെ എന്നും മുട്ടിയിട്ടോട്ടെടി. എന്താ മുട്ടന്റെ ഒരു സാധനം പറയേ രുചി? എടാ, നിങ്ങൾ എന്താ ശരിക്കും പഠിക്കാത്തത്? തുടങ്ങി. ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ നാടകമുണ്ട്. കുന്താവും, ഇത് നാടകമാണ്. കല അസുലഭമായ ഒരു സിദ്ധിയാണ്. കലയുടെ സ്പർശമേൽക്കാത്ത മനുഷ്യജീവിതം വിരസവുമാണ്. അതുകൊണ്ട് തന്നെ കല കൈകാര്യം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പരിരക്ഷിക്കേണ്ടതുമായ ചുമതല സമൂഹത്തിനുണ്ട്. നമ്മളൊരു നാടകം നിർത്തുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല നടൻ വേണം, ഏറ്റവും നല്ല നടി വേണം, ഏറ്റവും നല്ല വയലിനിസ്റ്റ് വേണം. കൊള്ളാം, നല്ലത് തന്നെ. ഈ ഒരു വയലിനിസ്റ്റ് ഏറ്റവും നല്ല വയലിനിസ്റ്റ് ആകുന്നതിനും ഒരു പാട്ടുകാരൻ ഏറ്റവും നല്ല പാട്ടുകാരനാകുന്നതിനും എത്ര വർഷത്തെ സാധനവും പ്രയത്നവും പരിശ്രമവും അതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കലയോടുള്ള അഭിനിവേശ നിമിത്തം ജീവിതം കളഞ്ഞു വിളിച്ചവരാണ് അവരിൽ പലരും എന്നുള്ളത് വെറും സത്യം മാത്രമാണ്. ഇങ്ങനെയുള്ള കലാകാരന്മാർ ഇനിയും വളരാനും വളർന്ന് അവരർഹിക്കുന്ന മണ്ഡലത്തിൽ എത്താനും അവരെ സഹായിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും ആസ്വാദക ലോകത്തിന്റെ ചുമതലയാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുവെങ്കിലും ഉന്നത നിലവാരം പുലർത്തിയ നാടക മത്സരത്തിൽ സമ്മാനം നേടിയെടുത്ത എല്ലാ കലാകാരന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് ശോഭനമായൊരു ഭാവി ഞാൻ നേരുകയും ചെയ്യുന്നു. എന്റെ ഈ ലഘുപ്രസംഗം ക്ഷമയോടുകൂടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കാര്യപരിപാടിയിലെ അടുത്ത ഇനം സമ്മാനദാനമാണ്. ഏറ്റവും നല്ല നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനിത ആർട്സ് ക്ലബ്ബ് അവതരിപ്പിച്ച അനുപല്ലവി എന്ന നാടകമാണ്. അതിന്റെ സെക്രട്ടറി സ്റ്റേജിൽ വന്ന് സമ്മാനം സ്വീകരിക്കാം. ഏറ്റവും നല്ല നാടകകൃത്തും സംവിധായകനും മിസ്റ്റർ കെ രാജൻ. നാടകം അനുപല്ലവി. ഏറ്റവും നല്ല നടി മിസ് വി രാധ. നാടകം അനുപല്ലവി.
ഏറ്റവും നല്ല നടൻ മിസ്റ്റർ PC ആന്റണി. നാടകം രഥം. രാധയ്ക്ക് പോണല്ലേ? കുറച്ച് കാശ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ക്ഷമിക്കുന്നു രാധേ, പ്രതീക്ഷയത്ര പിരിവ് കിട്ടിയില്ല. അതുകൊണ്ടാണ് കമ്മിറ്റിക്കാർ സമ്മാനത്ത് പോലും തരാതിരുന്നത്. സമ്മാനത്തുക കിട്ടിയില്ലെങ്കിലും സാരമില്ല സർ. ഒരു നാടകത്തിൽ അഭിനയിച്ചാൽ സാധാരണ തരാറുള്ള തുക തന്നാൽ വലിയ ഉപകാരമായിരിക്കും. രാധേ, രാധയുടെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാത്തതുകൊണ്ടല്ല. എന്തെങ്കിലും കാശ് കിട്ടിയാൽ ഞാൻ ഉടനെ വീട്ടിലെത്തിക്കാം. പോരെ? വീട് വരെ നിങ്ങൾ ആരെങ്കിലും കൂട്ടി വരണോ? വേണ്ട. എന്നാ വരട്ടെ. ഒരു ബീഡിതാവാസേട്ടാ. ഈയിടെയായി നാടകത്തിന് കോള് കുറെ കൂടുതലുള്ള ലക്ഷണമുണ്ടല്ലോ വാസേട്ടാ. എന്താ വാസേട്ടന്റെ മൂളലിനൊരു മുറുക്കം? വഹിച്ചെടുക്കാൻ വല്ല പരിപാടിയും ഉണ്ടോ? എടാ, ഈ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുണ്ടോടാ? ഇല്ല. എന്നാ ഇവളും പോവത്തില്ല. ആശാന്റെ ഒരു ഭാഗ്യം. എന്റെ മോള് ശാന്ത വന്നോ? ശാന്തയല്ല, രാധയാണ്. എന്റെ മോള് ശാന്ത എപ്പോഴാ വരിക? നാളെ വരും. എനിക്ക് വിശക്കണം, എനിക്ക് വിശക്കണമെന്ന്, എനിക്ക് വിശക്കണമെന്ന്, എനിക്ക് വിശക്കണ മോളെ വന്നുണ്ടോ? പിന്നെ വന്നു കയറിയ ഉടനെ നീ എന്തിനാ രാധ കരയുന്നേ? ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? നീ വരാതെ ഞാൻ ഉറങ്ങുക പതിവുണ്ടോ? നാടകത്തിൽ നിന്ന് ഒന്നും കിട്ടിയില്ലല്ലേ? ഇല്ല. സാരമില്ല മോളെ, ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ദിവസം തീരും. ആ ദിവസം ഒന്ന് വന്നു കിട്ടാനേ ഞാനും കാത്തിരിക്കുക. അതിനുവേണ്ടി ശ്രമിക്കാൻ എനിക്കൊട്ട് ധൈര്യവുമില്ല. നീ എന്താ മോളെ ഈ പറയുന്നത്? മരിക്കാനെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മനസ്സ് വരുന്നില്ല ചേച്ചി. കഷ്ടപ്പെടുന്നവരൊക്കെ മരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ശവപ്പെട്ടി പണിയുന്നവർക്ക് മാത്രമേ പണി കാണൂ. അമ്മയ്ക്ക് വിശക്കുന്നുണ്ടാവും. വീട്ടിൽ കുറച്ച് കപ്പയും കഞ്ഞിയിരിപ്പുണ്ട്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. എനിക്ക് എന്തേലും തായോ? രാജേച്ചിക്ക് നല്ല നടിക്കുള്ള സമ്മാനം കിട്ടി നടന്നു. അതിനിടയ്ക്ക് അങ്ങനെ ഒരു വിശേഷം ഉണ്ടായി.
അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഒരു കുറവുമില്ല. ഇപ്പോഴും ശാന്തയെ വിളിച്ചുകൊണ്ടുള്ള ഓട്ടം തന്നെ. ശാന്ത മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞല്ലേ? വിനോദ് എങ്ങോട്ടാ പോകുന്നത്? ഓഫീസിലേക്ക്. ചേച്ചിയോ? ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ ഇറങ്ങിയതാ. ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരൂ. തമ്മി കണ്ടില്ലെങ്കിൽ മുഖം മറന്നു. ശരി, വരാം. വിനോദ്, പ്ലീസ്. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നാടകങ്ങൾ അഭിനയിക്കുന്ന രാധയും വിനോദും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ അറിയുന്നൊരു ഫാമിലിയാണ്. അവരുടെ അനിയത്തി ശാന്ത എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ആ കുട്ടിയും ഇവരെ പോലെ ഒരു കലാകാരിയായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടി എവിടെയാണ്? മരിച്ചുപോയി. മരിച്ചുപോയോ? ഇന്റർ യൂണിവേഴ്സിറ്റി ആർട്ട് മീറ്റിൽ പങ്കെടുക്കാൻ പണ്ട് ഹൈദരാബാദിൽ പോയ സംഘത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ച് പണക്കാരനായ ചെറുപ്പക്കാരനുമായി അവൾ പരിചയപ്പെട്ടു. കുരുത്തം കെട്ടവളെ, കുടുംബത്തിന്റെ മാനം നശിപ്പിച്ചിട്ട് എന്തിനു വീണ്ടും ഇങ്ങോട്ട് കയറി വന്നു? ഇങ്ങോട്ടല്ലാതെ പിന്നെ അവൾ എങ്ങോട്ട് പോകും മാധവമ്മേ? എങ്ങോട്ടെങ്കിലും പോയി ചത്തിട്ട് കഴിഞ്ഞാലേ എനിക്ക് മനസ്സമാനം കിട്ടുള്ളൂ. സമാധാനിക്കും മാധവമ്മേ. അമ്മേ, അമ്മ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ കൂലി നീ എനിക്ക് തന്നടി. ഇനി നീ എന്നെ അമ്മാന്ന് വിളിക്കണ്ടോ? എന്നെ നീ അമ്മാന്ന് വിളിക്കണ്ടോ? ഓടി ഇറങ്ങി. ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അത് എല്ലാവരുടെയും മനസമാധാനത്തെ നശിപ്പിച്ചു മാസേ, നശിപ്പിച്ചു. അതെ, നീ മൂലം എല്ലാം നശിച്ചു. നാടകരായ നിന്റെ ചേച്ചി ആയിരങ്ങളുടെ മുന്നിൽ ആടിപ്പാടിയാണടി അവൻ നിനക്ക് ചോറ് വരുന്നത്. നിനക്കെങ്കിലും ഒരു മേൽഗതി കിട്ടിയ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് കരുതി എല്ലാം നീ നശിപ്പിച്ചു. ഇനി കുടുംബം നീ പെരുവഴിയിലാക്കി. നാടകക്കാരിയായ നിന്റെ ചേച്ചി ചേച്ചിയായിട്ടില്ല. അവൾ അഭിനയിക്കാൻ കൊടുത്ത് നിന്നും മറിയാറുണ്ടായിരുന്നു. നിനക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് വേണ്ടിയാണടി അവൾ ജീവിക്കുന്നത്. എന്നിട്ട് നീ ഗർഭിണിയായ ശാന്തിയായി അവളുടെ കാമുകൻ കൈക്കൊള്ളാൻ തയ്യാറായില്ല. ജീവിതം വെറുത്ത അവൾ ആത്മഹത്യ ചെയ്തു. അതറിയാനിടയായ അവരുടെ കുടുംബം ആകെ തകർന്ന് തരിപ്പണമായി പോയി. അതോടുകൂടി അവളുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഇതേ ഉള്ളു രാധ. കഴിഞ്ഞ സീസൺ എനിക്ക് ആകെ കിട്ടിയത് 10 നാടകമാണ്. പിന്നെ എങ്ങനെയോ കഴിഞ്ഞു കൂടുന്നു. വളരെ ഉപകാരം സുരേ. ഞാൻ വരട്ടെ. രാധേ, ഞാൻ രാധയെ വീട്ടിൽ വന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താണ് സാർ? നമ്മുടെ നാടകം ഒരു പ്രൊഫഷണൽ പെടുന്ന കാര്യം ഏതാണ്ട് ശരിയായി. മത്സരത്തിൽ അഭിനയിച്ച അതേ ടീം തന്നെയാണ് അഭിനയിക്കുന്നത്. അടുത്ത മാസം തൊട്ട് ഫുൾ ടൈം ബുക്കിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അഡ്വാൻസുമായി രാധയെ വീട്ടിൽ വന്ന് കാണാം. വളരെ ഉപകാരം സാർ. നല്ല നടിക്കുള്ള സമ്മാനം വാങ്ങിയാണല്ലേ. ഓരോ നാടകത്തിന് 100 രൂപ വെച്ച് തരാൻ മുതലാളി ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി സാർ. ഞാൻ ഇറങ്ങട്ടെ. വരട്ടെ സുധേ. ചില ചെറുപ്പക്കാരികളൊക്കെ കണ്ടെത്തിയപ്പോ സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു. ആര് പറഞ്ഞു മറന്നെന്ന്? നിങ്ങൾക്കുണ്ടോ റോൾ? റോളുണ്ട്, പക്ഷേ നല്ല റോളൊക്കെ രാധയ്ക്കും കൂട്ടർക്കും അല്ലേ. നല്ല റോളുകളിൽ കഴിവുള്ളവർ തന്നെ ഇടണ്ടേ സുധേ? ആര് പറഞ്ഞു ഇവക്കൊക്കെ കഴിവുണ്ടെന്ന്? കല ആസ്വദിക്കാൻ കഴിവുള്ളവർ. ഒരു നാടകത്തിന് 100 രൂപ വെച്ച് 20 നാടകത്തിന് 2000 രൂപ. അതിൽ 1000 രൂപ നമുക്ക് അഡ്വാൻസ് വയ്ക്കാം. തരവ് 2000 രൂപ. ചെലവ് വാടകക്കാരന് 200 രൂപ. ചില്ലറപ്പീടികക്കാരന് 156 രൂപ 50 പൈസ. സുരയ്ക്ക് കൊടുക്കാനുള്ളത് 75 രൂപ. മമ്മതയ്ക്കാക്ക് 28 ചില്ലാനും രൂപ. ഇതെല്ലാം കഴിഞ്ഞാലും 500 ചില്ലാനും രൂപ ബാക്കി ഉണ്ടാവും. കൈവായ്പൈ ഒരു 100-150 രൂപ കാണും. ബാക്കിയുള്ളത് പോരെ ചേച്ചിക്കും അമ്മയ്ക്കും ഒരു മാസത്തെ ചെലവിന്? ബാക്കി മുഴുവൻ ഞങ്ങൾക്ക് എന്തിനാ? മിച്ചം വരുന്ന കാശ് കൊണ്ട് നിന്റെ കാതിലും കഴുത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്. ആര് കാണാനാ? ആരെങ്കിലും കാണും. ചേച്ചി പിന്നെ എന്റെ കല്യാണക്കാരി എടുത്തിട്ടാണല്ലേ. ഉച്ചക്കത്തെ മേലാ പോകുന്നത്. ചേച്ചി ഇനി മീൻ ചൊരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ ഇപ്പൊ തുടങ്ങും. വിശക്കുന്നു എന്നുള്ള വിളി ഇപ്പൊ കൊണ്ടുവരാം.
പിന്നെ ഞാൻ നിങ്ങളെ ഇവിടെ എല്ലാവരും ചേർത്ത് വിളിച്ചത് ഒരു പ്രത്യേകമായിട്ടൊരു സംഗതി പറയാം. ഞാൻ ഒരു പടം പിടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. നിസ്സാരമായ കാര്യമാണ്. ഒരു 10 പേരോട് അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞാല് ഓരോരുത്തരും ഒരു 10,000 രൂപ വീതം തന്നിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ ചെയ്യൂ. സുന്ദരമായിട്ട് മനോഹരമായ ഒരു പടം നിർമ്മിക്കാം. ഗുഡ് ഐഡിയ, ഗുഡ്. പക്ഷേ ആരാ ഡയറക്ടർ? ഡയറക്ടർ ഞാൻ തന്നെയാണ്. മുറുക്കാൻ കടയിൽ നിന്ന് സംവിധാന രംഗത്തേക്ക്. എന്താ പറ്റില്ലേ? ഒരു ഫിലിം ഡയറക്ടർ ആവാൻ അത്ര വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാനാവുന്നത് പണം ഉണ്ടാക്കാനുള്ള സാമർഥ്യം ഉണ്ടായാൽ മാത്രം മതി. ശരിയാ, തൊഴിലറിയാവുന്നൊരു മലയാളി കാണും, അവര് പടം പിടിച്ചു തരും, പേര് നമുക്കും കിട്ടും. ആരാ കഥ എഴുതുന്നേ? അതെങ്കിലും നല്ല പേരുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കണേ. അത് വിരോധമല്ലേ, ശ്രമിക്കാം. ഏതായാലും സ്റ്റണ്ട് വേണം, ഇല്ലെങ്കിൽ ആളുണ്ടാവില്ല. ഈ സ്റ്റണ്ട് ഉണ്ടെങ്കിൽ ഒരു കുണ്ടത്തുണ്ടാവുള്ളൂ. സ്റ്റണ്ടോ? നമുക്ക് നല്ലൊരു പടം എടുക്കാശാന്. എന്താ സ്റ്റണ്ട് ഉണ്ടെങ്കിൽ നല്ല പടാവില്ലേ? എന്നല്ല, പക്ഷെ അതൊരു ഈ സ്റ്റണ്ടും സെക്സും ഒക്കെ മോശമാണെന്ന് പറയുന്നവര് തലേക്കെട്ടും കെട്ടിയിട്ട് സെക്കൻഡ് ഷോ പിക്ചർ പോയി കണ്ടുവരും. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ച് നല്ല പടം എടുക്കുന്നവരുണ്ടല്ലോ, തെണ്ട്. അത്ര തന്നെ. ജനത്തെ എന്തിനു കുറ്റം പറയുന്നു? കുറ്റം പറയാല്ലടോ. ഗാന്ധിജിയെയും യേശുക്രിസ്തുവിനെയും കൊന്നവരല്ലേ നമ്മളൊക്കെ. അവര് നേരേക്കാൻ ശ്രമിച്ച നേരെയാവാത്ത ഈ ജനങ്ങളെയാണ് ഈ സിനിമാക്കാർ കൊണ്ട് നേരേക്കുന്നത്. ശരിയാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേ, സിനിമയിൽ ഇടി വേണ്ട. എനിക്ക് പോയിട്ട് അല്പം ജോലിയുണ്ട്, ഞാൻ വരട്ടെ. അല്ല അതൊക്കെ പോട്ടെ, നമുക്കിപ്പോ സിനിമയ്ക്ക് എന്താ പേരിടുന്നത്? എടാ, അതൊക്കെ ഈ പടം എടുത്തതിന് ശേഷം ആലോചിക്കാം. ആദ്യം നമുക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനുള്ള മാർഗം നോക്കണം. ആശാനെ, ഏതായാലും പടം എടുക്കാൻ പോവല്ലേ, അതിങ്ങനെ കിള്ളായെന്നായിരുന്നു. അതിന് വല്ല മാർഗം ഉണ്ടോ? രാധേ, സാറോ? സാറിന് 100 വയസ്സാ. ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അഡ്വാൻസ് കൊണ്ടുവന്നതായിരിക്കും. രാധേ, ഞാൻ പറയുന്നത് പറഞ്ഞ തുകയിൽ വല്ല കുറവുണ്ടായിരിക്കും. സാരമില്ല, ഉള്ളത് വെച്ച് ഞാൻ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളാം. അതല്ല രാധേ, സത്യത്തിൽ പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഓ, നാടകത്തിന്റെ തീയതി വല്ല നീട്ടിക്കാണും. വിരോധമില്ല, എപ്പോഴായാലും ഞാൻ റെഡി. എനിക്ക് അഡ്വാൻസ് 1,000 രൂപ വേണം. ബാക്കി സാറ് നാടകം മുഴുവനും നടത്തി കഴിഞ്ഞ് തന്നാലും മതി. നമ്മുടെ നാടകം ക്യാൻസൽ ചെയ്താതെ. അതെ, പണം തരാമെന്ന് പറഞ്ഞ ആൾ വാക്ക് മാറി. അപ്പോ അടുത്ത മാസം തൊട്ട് നമുക്ക് നാടകം ഉണ്ടാവില്ല അല്ലേ? ഇല്ല, ഞാൻ ഇറങ്ങട്ടെ. വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അമ്മയ്ക്ക് വിശക്കണ മോളെ, എന്റെ പൊന്നു മോളെ, അമ്മയ്ക്ക് എന്തെങ്കിലും താ മോളെ. അതെ, ഞാൻ ആരോട് ചോദിക്കും മോളെ? ഹേ വിനു. ചേച്ചിയോ? ഓഫീസിലേക്കായിരിക്കും. അതെ, ചേച്ചി എങ്ങോട്ടാ? എന്ത് പറയാനാ, ഉള്ളത് പറയാമല്ലോ. കടം വാങ്ങാൻ ഇറങ്ങിയതാ. മഴക്കാലത്തിന് മുമ്പ് 10 നാടകം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാ. പരിപാടി ക്യാൻസലായി. പിന്നെ ഞങ്ങളുടെ മാനേജർ രഘുസാറ് ചേച്ചിയെ പറ്റി അന്വേഷിക്കണ്ടേ? എന്താ, അങ്ങേർക്ക് വല്ല നാടക പരിപാടി ഉണ്ടോ? അതൊന്നല്ല. പിന്നെന്തിനാ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത്? അതറിയില്ല. ഞാനും ഓർക്കുന്നു, 1-2 തവണ എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോ സൂക്ഷിച്ചു നോക്കുകയുണ്ടായി. അയാൾ എവിടെയുള്ളതാ? അങ്ങേരുടെ കഥ ഒരു വലിയ കഥയാണ്. ചേച്ചി ഇന്ന് കാണുന്ന രഘുസാർ ആയിരുന്നില്ല അന്ന്. എന്ന് വെച്ചാ? അദ്ദേഹത്തിന് ബോംബെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. ഒരു ദിവസം യെസ്, രഘു ഹിയർ. യെസ് സർ. ഓക്കെ സർ, ഉടനെ പുറപ്പെടാം.
ലേറ്റ്? ഞാൻ ലേറ്റ് അല്ല, നീയാണ് ലേറ്റ് ആയത്. നിങ്ങൾ വരാത്തതുകൊണ്ട് ഇന്ന് പ്രോഗ്രാം വളരെ ഡൽ. എന്ത് പറ്റി? ശരി ശരി, നിങ്ങളുടെ കാറിൽ എന്നെയും ഡ്രോപ്പ് ചെയ്യണം. എന്തിനു? എന്റെ കാർ റിപ്പയർ. പ്ലീസ്. ഞാൻ എന്റെ വണ്ടിയിൽ എന്റെ ഫ്രണ്ട്സിന് മാത്രമേ കയറ്റാറുള്ളൂ. ഏയ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട്സിനൊന്നും എന്റെ വണ്ടിയിൽ കയറ്റാറില്ല. അതിരിക്കട്ടെ, ഞാൻ കയറും. നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കൂ, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ വരാം. Please, darling, come on. എന്താ, റൂമിൽ ലൈറ്റ് ഇല്ലേ? ലൈറ്റ് വേണോ? Excuse me, 1 minute. നോ താങ്ക്സ്, ഞാൻ അധികം കഴിക്കാറില്ല. ഓക്കേ. ഇതിലൊന്നും എന്നെ കിട്ടില്ല, മനസ്സിലായോ? ഞാൻ പോകുന്നു. ഇത് വേണ്ടായിരിക്കും അല്ലേ? നിർബന്ധമൊന്നുമില്ല. പക്ഷേ എനിക്ക് നിർബന്ധമുള്ള ചില കാര്യങ്ങളുണ്ട്. പത്താക്കുലിക്ക് തരൂ. തരാൻ അതിസാമർത്ഥ്യം ആർക്കും നിന്നല്ല. ഗുഡ് നൈറ്റ്. ഹലോ, യെസ്, രേഖ ഹിയർ. നോ ബസ്, അങ്ങനെയൊന്നുമില്ല. ശരി ശരി.
താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി ഒരു ദേവഗംഗേ തുടിക്കും മനം തുളുമ്പും മതം തുടിക്കും മനം തുളുമ്പും മതം ഉറങ്ങുലഞ്ഞഴിഞ്ഞിഴഞ്ഞുവാ താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി ഒരു ദേവഗംഗേ വീഞ്ഞു ചോരും മിഴികളിൽ ലഹരിയോ പോയ കാലം വിടതരും വിരഹമോ ഒൻകിനാവിൻ വനികയിൽ പൊഴിയുമീ വീണപൂവിൻ ഹൃദയമാരറിയുവാ പൂകൊണ്ടം പെയ്തു കാമൻ താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി ഒരു ദേവഗംഗേ വേടതോറും മധുരമായി പുളകമാതോറും സ്വയമറിഞ്ഞൊരുകി നിന്റെ ശയ്യാവിരികളിൽ നിശകളിൽ നിന്റെ ഗന്ധം പലരിലും വിതറി നീ ഇന്നു നിന്നുള്ളിലൂറും താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി ഒരു ദേവഗംഗേ തുടിക്കും മനം തുളുമ്പും മതം തുടിക്കും മനം തുളുമ്പും മതം ഉറഞ്ഞുലഞ്ഞഴിഞ്ഞിഴഞ്ഞുവാ താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി താളത്തിൽ പാനമുന്തിരി താളത്തിൽ ഗാനമഞ്ജരി ഒരു ദേവഗംഗേ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു പോകണം. പോകാൻ പോകാൻ എന്താ നിനക്ക് ഭയമില്ലടി? ഇല്ല, ഞാൻ പോയില്ല. പറയുന്നു കേൾക്കൂ.
വലിക്കട്ടെ. ആ നൃത്തക്കാരി പെണ്ണിന്റെ മരണം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ക്രൂരമായ സംഭവങ്ങളെ നേരിടാൻ കഴിയാതെ അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിൽ പോന്നു. വീട്ടുകാർ പിടിച്ച് ഒരു വിവാഹം കഴിപ്പിച്ചു. പക്ഷെ ആദ്യ പ്രസവത്തിൽ തന്നെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു കുഞ്ഞു മാത്രമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ദുഃഖം. ഹലോ മിസ് രാധ, എന്താ സ്വന്തനയല്ലേ? ഞാൻ നടക്കട്ടെ വിനു. ഇപ്പൊ നാടകത്തിന് ഒരുപാട് ബുക്കിംഗ് ഉണ്ടെന്നാണല്ലോ കേട്ടത്. പണത്തിന്റെ കൊയ്ത്തായിരിക്കും. അപ്പോഴേ ഞങ്ങളൊക്കെ പാവങ്ങളാണേ. കുറച്ച് കാശ് ഞങ്ങൾക്കും കടം തരണം കേട്ടാ. മിസ്റ്റർ വിനു, താൻ നല്ലൊരു ചെറുപ്പക്കാരനാണെന്നാ ഞാൻ വിചാരിച്ചു. ഇപ്പൊ അങ്ങനെയല്ലെന്നായിരിക്കും. സംശയമുണ്ടോ? ഈ അലവലാതി പെണ്ണുങ്ങളുമായിട്ട് എന്തിനാ ഈ റോഡിൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്? അത് എന്റെ ഇഷ്ടം. അതെ, അമ്മയ്ക്കും ഭാര്യയ്ക്കും പെങ്ങൾക്കും സുഖം തന്നെയല്ലേ? അതെ. എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, രാജേച്ചിയെ പറ്റി നിങ്ങൾക്ക് അന്വേഷിക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എനിക്ക് അന്വേഷിച്ചൂടെ? മിസ്റ്റർ വിനോദ്, അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം പറയാല്ലേ? താൻ നേരത്തെ പറഞ്ഞത് അവരുടെ മുന്നിൽ വെച്ച് പറയേണ്ട കാര്യം 100 വട്ടം പറയും. എങ്കിൽ അവരുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പായിരിക്കും എന്റെ മുഖത്ത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അവരെന്റെ സഹോദരി പോലെയാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ പല്ല് നീ എന്താ താൻ വലിയൊരു മാന്യനായിട്ട് നടക്കുന്നു. ആദ്യം കളിച്ചാലുണ്ടല്ലോ നിന്റെ പെട്ടിക്കാട് നിന്നെ അഡ്രസ്സിലേക്കും പറഞ്ഞേക്കാം. ഇവിടെ നാണുങ്ങളില്ലെന്ന് വിചാരിച്ചോ? നടക്കുന്നു. എന്നെ കണ്ടോളാം. കാണാം, ഇവിടെ കാണാം, എപ്പോ വേണമെങ്കിലും കാണാം. ഓടിക്കോ. നാരങ്ങ വാല്, ചൂണ്ടയ്ക്ക് 2, ഇലകളിൽ പച്ച, പൂക്കളിൽ മഞ്ഞ, ആടുന്നുണ്ട് ഓടുന്നുണ്ട്, ആടുന്നുണ്ട് ഓടുന്നുണ്ട്. നാരങ്ങ വാല്, ചൂണ്ടയ്ക്ക് 2, ഇലകളിൽ പച്ച, പൂക്കളിൽ മഞ്ഞ. ചുറ്റുവട്ടത്തുള്ള സകല കുട്ടികളും ഉണ്ടല്ലോ ഇവിടെ. രാധ ഒരു നഴ്സറി സ്കൂൾ തുടങ്ങിയ വളരെ നന്നായിരിക്കും. അപ്പൊ ഞാൻ ടീച്ചറെ പോയില്ലേ. പിന്നെ ഈ പൊടിയന്മാരെ ഒറ്റ എണ്ണത്തിനെങ്കിലും മാഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. എടാ, നിനക്ക് വിശക്കണില്ലേ? പിന്നെ എനിക്ക് നല്ല വിശക്കണുണ്ട്. എന്നാ വരും. നേരെ ഒരുപാട്. എല്ലാവരും പോയിക്കോളൂ. ഇനി നാളെ. അല്ല, പാനസൊന്നെല്ലാം പിരിഞ്ഞു പോവുക. പാട്ടും കൂത്തുമൊക്കെ കാര്യമായി നടന്ന മട്ടുണ്ടല്ലോ. കുറെ ദിവസമായി അവരുമായി ഒത്തുകൂടാൻ എനിക്ക് നേരം കിട്ടില്ലായിരുന്നു. ഇന്ന് എല്ലാരും കയറി വന്ന് ആക്രമിച്ചു. ചുറ്റുപാടുള്ള കുട്ടികളുമായിട്ട് കളിച്ചു തിരിച്ച് നടന്നാ മതിയോ രാധേ? കളിച്ചിരിക്കാതെ പിന്നെ അവരുമായി വഴക്കുണ്ടാക്കണോ ചേച്ചി? അതല്ലേ ഞാൻ ചോദിച്ചത്. നിനക്ക് നീ പ്രസവിച്ച കുട്ടികളുമായി കളിക്കാനും ചിരിക്കാനും ആഗ്രഹമില്ലേ? ആ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും പെണ്ണി ഈ ലോകത്തുണ്ട്? എനിക്കും ഉണ്ട് ആഗ്രഹം. എന്നാ അതങ്ങ് വേഗം നടത്തിക്കൂടെ? അവിടെയാ ചേച്ചി കുഴപ്പം. എന്താ? ഈ നാടകക്കാരെ കെട്ടാൻ ആര് വരാനാ? തോരാത്തേല് രോഗിയായിട്ടുള്ള അമ്മ. ഈ 2 ഭാര്യവും ഒരുമിച്ച് ചുമക്കാൻ ആര് തയ്യാറാവും? ആരെങ്കിലും നല്ല മനസ്സുള്ള ഒരാള് നിന്നെ തേടി വരും. അയാള് വരുന്നവരെ ഇക്കാര്യം കൂടെ മറക്കാം. ഊണൊക്കെ കാലമായോ? അയ്യോ, ഈ ബഹളത്തിനിടയിൽ അക്കാര്യം ഞാനങ്ങ് മറന്നു. അമ്മ ഇപ്പൊ തുടങ്ങും വിശക്കുന്നു എന്നുള്ള പാട്ട്. എന്നാ ചോറ് മാത്രം നീ വെച്ചാൽ മതി. കാര്യം ഞാൻ കൊണ്ടുവരണേ. നിങ്ങളോ? എനിക്ക് രാധയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു.
ഈ നേരത്തോ? എന്താ എനിക്ക് ഈ നേരത്ത് വന്നുകൂടെ? വന്നുകൂടാ. ഇങ്ങനെ ഒരു സ്നേഹമില്ലാതെ സംസാരിക്കാതെ. നോക്ക്, കോഴിക്കോടുള്ള നാടക കമ്പനിക്കാരൻ എന്റെ സ്വന്തക്കാരനാണ്. ഞാൻ വിചാരിച്ചാൽ രാധ എവിടെ കയറ്റിവിടാൻ നോക്കും. നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്ക് ഒരിടത്തും കയറി പറ്റണ്ട. വാശി പിടിക്കാതെ. എന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാനൊത്തൊന്നും വരില്ല. ഈ നാട് മുഴുവനും നിങ്ങളുടെ കാരണവന്മാര് സമ്പാദിച്ചു വെച്ച വകയായിരിക്കും. ഇറങ്ങി പോകുന്നുണ്ടോ അവിടുന്ന്? വാസു കയറി വന്നാൽ വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോയിട്ടില്ല. എന്ത് കാര്യം? അത് ഞാൻ പറഞ്ഞു തരണോ? സാധാരണ പെണ്ണുങ്ങളെ കാണാൻ എന്തിനാ വരുന്നത്? വാസു, മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഇറങ്ങി പോരാ പുറത്ത്. പാമ്പ് ഞാൻ നോവിച്ചു വിട്ടെന്ന് ഓർത്തു. പാമ്പ് പോരാ പുറത്ത്. എന്നെ ഞാൻ പിന്നെ കണ്ടോളാം. മിസ് രാധയല്ലേ നാടകത്തിൽ അഭിനയിക്കാറുള്ള? അതെ. എന്താ? എന്റെ പേര് രഘു. ഇവിടെ അടുത്തൊരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. വിനു സാറിനെ കുറിച്ച് പറയാറുണ്ട്. രാധയ്ക്ക് ഇപ്പോൾ ജോലി തിരക്ക് വളരെയേറെ ഉണ്ടോ? ഇല്ല. എന്താണ്? എന്നെ ഒന്ന് സഹായിക്കാമോ? ഇപ്പോ എന്നെ ആരെങ്കിലും സഹായിക്കേണ്ട പരിസ്ഥിതിയിലാണ്. ഞാൻ എങ്ങനെ സാറിനെ സഹായിക്കും? സാധിക്കും. എങ്ങനെ? രാധ എനിക്ക് വേണ്ടി ഒന്ന് അഭിനയിക്കണം. അഭിനയമാണ് എന്റെ തൊഴിൽ. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. രാധ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ അല്പം വ്യത്യസ്തമായ കഥാപാത്രമായിട്ടായിരിക്കും ഇതിൽ അഭിനയിക്കേണ്ടി വരിക. ഏത് കഥാപാത്രമായാലും ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് സാർ. ഈ നാടകത്തിൽ രാധയ്ക്ക് സ്റ്റേജ് ഉണ്ടാവില്ല. സ്റ്റേജില്ലാത്ത നാടകം? സാർ ഉദ്ദേശിക്കുന്നത് വല്ല പരീക്ഷണ നാടകമാണോ? പരീക്ഷണമല്ല, പക്ഷേ ഇതൊരു വലിയ പരീക്ഷയായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. തെളിയിച്ചു പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അത് പറയുമ്പോൾ എന്റെ സ്വകാര്യ ദുഃഖങ്ങൾ കൂടി പറയേണ്ടി വരും. 2 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭാര്യ മരിച്ചു. ഇന്നീ ലോകത്ത് എന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ എന്റെ കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ എന്റെ കൂടെ കൊണ്ടും താമസിപ്പിക്കുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. സാറിന്റെ മകൻ സാറിന്റെ കൂടെയല്ലേ വളരേണ്ടത്? അതെ. അതേപ്പറ്റി എന്റെ അമ്മായിയോടും അമ്മാവനോടും പറഞ്ഞപ്പോൾ, നീ എന്തൊക്കെ പറഞ്ഞാലും മോനെ നിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞയക്കില്ല രഘു. നിനക്ക് ഒറ്റയ്ക്ക് ഇവനെ അവിടെ കൊണ്ടുപോയി നോക്കാൻ സാധിക്കില്ല. സാധിക്കാത്തത് ഒന്നുമില്ല അമ്മാവ. നീ ഓഫീസിൽ പോകുമ്പോ ഇവനെ ആര് നോക്കും? അതിന് പറ്റിയൊരായെ ഞാൻ കണ്ടുപിടിക്കും. ആ ആയ ഞാനാണെന്ന് കരുതിക്കും. എന്നാൽ അമ്മായി എന്റെ കൂടെ താമസിക്കും. ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? എനിക്ക് എന്റെ മോൻ കൂടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മാവ. അതാ നിന്നോട് ഞാൻ പറയുന്നത്, നീ ഒരു കല്യാണം കഴിക്കുക. എന്റെ ബിന്ദുവിന്റെ സ്ഥാനത്ത് എനിക്കിനി വേറെ ഒരു പെണ്ണിനെ കാണാൻ സാധിക്കുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ബിന്ദുവിനെ 10 മാസം ചുവന്ന് പ്രസവിച്ച അവളടഞ്ഞ് അവളെ നമുക്ക് വിധിച്ചില്ല. അവള് പോയവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ കുഞ്ഞിനെ നിന്റെ കൂടെ പറഞ്ഞയക്കണമെങ്കിൽ നീ ഒരു കല്യാണം കഴിച്ച് ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുപോവാ. കുഞ്ഞിനെ നോക്കാൻ അവൾക്ക് പ്രാപ്തിയുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ കുഞ്ഞിനെ നിന്റെ കൂടെ ഞാൻ പറഞ്ഞയക്കും. ഇല്ലെങ്കിൽ ഇവനിവിടെ നിന്ന് വളരട്ടെ. അവളോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല രഘു. സാധിക്കുമെങ്കിൽ അവൾ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്ക്. മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് ജന്മത്ത് സാധ്യമല്ല. എന്റെ മകന്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതും എനിക്കിഷ്ടമല്ല. അവന്റെ അച്ഛനും അമ്മയുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അവനെപ്പോഴും എന്റെ കൂടെ വേണം.
ഇക്കാര്യത്തിൽ രാധ എന്നെ ഒന്ന് സഹായിക്കണം. നാടകം അഭിനയിക്കാൻ അറിയുന്ന ഞാൻ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സാറിനെ സഹായിക്കുക? രാധ കുറച്ചു കാലം എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. ഭാര്യയായിട്ടോ? അതെ, അമ്മാവിന്റെ അമ്മായിയുടെ മുൻപിൽ 1 മാസത്തോളവും രാധ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുക. എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടാൻ സഹായിക്കൂ. ഇതൊരു അപകടം പിടിച്ച കളിയാണ്. രാധയ്ക്ക് ഒരു അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നാടകത്തിലല്ല, ജീവിതത്തിലാണ് സാർ എന്നോട് അഭിനയിക്കാൻ പറയുന്നത്. ജീവിതത്തിൽ അമ്മയായിട്ട് അഭിനയിക്കാം, സഹോദരിയായിട്ട് അഭിനയിക്കാം. പക്ഷേ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ രാധയുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു പോറൽ പോലും സംഭവിക്കില്ല. പിന്നെ രാധ ചോദിക്കുന്ന എന്ത് പ്രതിഫലം ഞാൻ തരികയും ചെയ്യാം. 1 മാസം കഴിഞ്ഞാൽ ഈ കള്ളക്കളി അവർ കണ്ടുപിടിക്കില്ലേ? എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പറയൂ, രാധയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതമാണോ? നോക്കൂ, ഇതൊരു ജോലി മാത്രമായി കണക്കാക്കരുത്. രാധ ഇത് സമ്മതിച്ചാൽ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ശരി, എന്റെ അഭിനയത്തിന് സാർ എനിക്ക് എന്ത് തരും? ശരി, എന്തു വേണം? ഒരു നാടകത്തിന് എനിക്ക് 100 മുതൽ 150 രൂപ വരെ കിട്ടും. അത്രയല്ലേ ഉള്ളൂ? എന്നാൽ ഞാൻ 5000 രൂപ തരും. 5000? ഒരു നാടകത്തിന് 100 രൂപ വെച്ച് 1 മാസത്തേക്ക് 3000 രൂപ. നാടകത്തിൽ 3 മണിക്കൂർ അഭിനയിച്ചാൽ മതി. ഇക്കാര്യത്തിൽ 24 മണിക്കൂർ അഭിനയിക്കണം. ആ, സാറ് തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു 1000 രൂപ അഡ്വാൻസ് വേണം. പലരും ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് പിന്നീട് ക്യാൻസൽ ആയെന്ന് പറയും. രാധയ്ക്ക് അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ തരാം. ഇത് 1000 രൂപയുണ്ട്. ഞാൻ എപ്പോ പുറപ്പെടുന്നത്? മറ്റന്നാൾ ഒരു 9 മണിയോടുകൂടി ആ വളഞ്ഞ വഴിയില്ലേ, അവിടെ വന്നേച്ചാ മതി. ഞാൻ എത്തിക്കോളാം. ശരിയാണ്, വളഞ്ഞ വഴി കൂടെയാണല്ലോ നമ്മുടെ യാത്ര. അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ. കലാകാരി എന്നും പറഞ്ഞു നടക്കുന്ന ഞാൻ എന്റെ തൊഴിലിനെ വഞ്ചിക്കല്ലേ സാർ ചെയ്യുന്നത്? ഇതുകൊണ്ട് ഒരിക്കലും നീ കലയെ വഞ്ചിക്കുന്നില്ല രാധ. ഇവിടെ ജീവിക്കുകയാണെന്നും പറഞ്ഞ് പലരും അഭിനയിക്കുകയാണ്. നീ കാശിന് വേണ്ടി ജീവിതത്തിൽ ശകലം അഭിനയിക്കാൻ പോകും. അതിലൊരു തെറ്റുമില്ല. ധൈര്യമായി പോകും. മുഖംമൂടി എടുത്തണിഞ്ഞ് അത് അഴിച്ചു മാറ്റാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ് ഈ ലോകത്തിൽ പലരും. നീ ആ ഗതി വരാതെ നോക്കണം. അഭിനയത്തിൽ ജീവിതം കടന്നുകൂടരുത്. ശരി മാസ്റ്റർ. പിന്നെ 1 മാസത്തേക്ക് ഞാൻ വീട്ടിലുണ്ടാവില്ല എന്നറിയാമല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ദേവകി ചേച്ചി മാസ്റ്റർ അറിയിക്കും. വേണ്ട ചെയ്യണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്ന് ഞാൻ വരട്ടെ. ഞാൻ വരുന്നവരെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശങ്കുണ്ണി മാസ്റ്റർ അറിയിച്ചാ മതി. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങോട്ടെ മോളെ, ചാന്തര അടുത്തേക്കാണ്. അമ്മ ഇങ്ങോട്ട് അവിടേക്കാ. ശരി ചേച്ചി, മോള് പോയിക്കോ. ഞാനും ഈ എങ്ങോട്ടാ മോളെ പെട്ടിപ്പെടുമാളൊക്കെ വെച്ച്? കുറച്ച് ദൂരത്തേക്കാ മമ്മദക്ക. നാടകമുണ്ട്. ഇല്ലാതില്ല. അനക്ക് നാടകം ഉണ്ടാവും, സിനിമയുണ്ടാവും. ഇത് നന്നാവും മോളെ. പിന്നെ മമ്മദക്ക, ദേവിക ചേച്ചിയുടെ കയ്യില് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. മമ്മദക്കാന്റെ കടമൊക്കെ തീർക്കാൻ. അന്നോട് ഞാൻ കാശ് ചോദിച്ചിട്ടില്ലല്ലോ. മമ്മദക്ക ചോദിച്ചിട്ട് വേണോ ഞാൻ തരാനുള്ള കാശ് തരാൻ? അത് വേണ്ട. അനക്ക് ഞാൻ മീൻ തന്നത് കാശ് മേടിച്ചല്ല. പിന്നെ നമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ ദുനിയാവിൽ ആരുമില്ല മോളെ. അതുകൊണ്ടല്ലേ അനക്ക് വേണ്ടിയില്ലെങ്കിലും മീൻ തരണത്. മമ്മദക്ക, നമ്മളെ കടം തീർത്തി നമ്മളെ അനിയന്മാരെ പോലെ ആക്കരുത്. അത് ഞമ്മക്ക് സഹിക്കൂല. മമ്മദക്ക, ഞാൻ ഇതൊന്നും പറയണ്ട. എന്നാ മോൾ തിരിച്ചു തരിക? 1 മാസം. സോറി, അല്പം വൈകിപ്പോയി. ഭാര്യമാരിക്കുന്ന മുൻ സീറ്റിലാണ്. ഞാൻ മറന്നു.
നീ വരുന്ന വിവരത്തിന് ഒരു കത്തെങ്കിലും അയച്ചില്ലല്ലോ രഘു. അമ്മാവൻ ക്ഷമിക്കണം, വിവരം അറിയിക്കാൻ സാധിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ചു. ഇതെന്റെ ഭാര്യ രാധ. എന്തായാലും നിനക്ക് ഞങ്ങളൊന്ന് അറിയിക്കാമായിരുന്നില്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അമ്മായി പറഞ്ഞതുപോലെ ഞാൻ വിവാഹം കഴിച്ച് ഭാര്യയുമായി വന്നിരിക്കാൻ. അതേതായാലും നന്നായി. തങ്കമ്മേ, ആ നിലവിളക്ക് കത്തിച്ച് വേഗം കൊണ്ടുവരൂ. പക്ഷേ നിന്റെ കല്യാണ സമയത്ത് ഞങ്ങളും കൂടി വേണമെന്നായിരുന്നു ആഗ്രഹം. അത് സാധിക്കാഞ്ഞുകൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വരൂ മോളെ, വലതുകാലി വെച്ച് കയറും. വരും മക്കളെ, ഇരിക്കൂ. ഞാൻ പോയി കാപ്പി എടുത്തിട്ട് വരാം. അവര് യാത്ര ചെയ്ത് വന്നതല്ലേ ഭാർഗവി, കുളിക്കാൻ തുണിമാറ്റിയൊക്കെ വേണ്ടേ? അതൊക്കെ കാപ്പി കുടിച്ചിട്ട് മതി. കേട്ടോ രാധേ, ഊണുമുറി വന്നാ പിന്നെ ഇവിടെ പറയുന്ന ആ ചട്ടം. പിന്നെ മോനെ എവിടെയമ്മേ? ആ മുറിയിൽ ഉറങ്ങി കിടപ്പുണ്ട്. നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട് രഘു? 1 മാസം. ഏതായാലും തുടക്കം മോശമായില്ല. അമ്മായിക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. പറഞ്ഞ നുണകളെല്ലാം അപ്പടി വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ഒരു നുണ മറക്കാൻ ഇനി എത്ര നുണ പറയേണ്ടി വരുമോ എന്നറിയില്ല. എന്തു പറഞ്ഞാലും 1 മാസത്തേക്ക് നാടൻ തുടർന്നല്ലേ പറ്റൂ. ശ്രമിക്കാം. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രിയോ? ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ രാത്രിയാണ് സാർ. അതെ, ദയവ് ചെയ്ത് ഈ സാറെ വിളിയൊന്ന് നിർത്തണം. അബദ്ധത്തിന് അമ്മയാണെന്ന് കേട്ടാൽ എല്ലാം കുഴപ്പമാവും. പിന്നെ എന്ത് വിളിക്കും? രവിചേട്ടാന്ന് വിളിച്ചോട്ടെ? വിളിച്ചോളൂ. സോറി രവിചേട്ടാ. എന്താ അതെ? 1 മാസത്തോളം നമ്മൾ രണ്ടുപേരും തനിയെ ഈ മുറിയിൽ കഴിച്ചുകൂട്ടണ്ടേ? അതെ. സ്ത്രീയും പുരുഷനും തനിയെ ഒരു മുറിയിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നാൽ പലത് സംഭവിക്കും എന്നൊക്കെയാ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ തമ്മിൽ ഒന്നും സംഭവിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. രാധയ്ക്ക് എന്നെ പരിപൂർണമായി വിശ്വസിക്കാം. രാധ ഇവിടെ കിടന്നോളൂ. രവിചേട്ടൻ എവിടെ കിടക്കും? ഞാനിവിടെ താഴെ കിടന്നോളാം. അത് വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. രവിചേട്ടൻ കട്ടിൽ കിടന്നോളാം. രാധേ, ആ വാതിലൊന്ന് പൂട്ടിയേക്കും. ആ വാതിൽ മൂടിയാൽ നമ്മൾ കൊട്ടിയടച്ച മനസ്സിന്റെ വാതിൽ എങ്ങാനും തുറന്നാലോ? വെൽ, നോ ആർഗ്യുമെന്റ്സ്. കണ്ടിടും കൊണ്ട് നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്നാ തോന്നുന്നത്. ഒറ്റ ദിവസത്തെ പരിചയം വെച്ച് ഒരാളെ പറ്റി എങ്ങനെയാ അഭിപ്രായം പറയാ ഭാർഗവി? അല്ല, അതും ശരിയാ. ഇനിയും അവളിവിടെ കുറെ ദിവസം ഉണ്ടാകുമല്ലോ. നോക്കാം. മോളെ, നീ നിന്റെ മുടി ഇങ്ങനെ സൂക്ഷിക്കാതിട്ടാലോ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും അഴക് അവരുടെ മുടിയാണ്. അല്ല, നീ ഒറ്റ ചെയ്തിട്ടോണ്ടാണ് ഈ നടക്കണത്. ഞാനിപ്പോ വരാട്ടോ. ഇത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയായിരുന്നു. ഇനി ഞാൻ എന്തിനത് സൂക്ഷിച്ചു വെക്കുന്നത്? ഇതിന് നീയിട്ടാൽ മതി. വേണ്ടാമേ,
മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്ക് നമുക്കിത് സൂക്ഷിച്ചു വെക്കാം. അവളുടെ ഓർമ്മ എന്റെ മനസ്സിൽ വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് വന്നു പോയാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കില്ല മോളെ. എന്താ നിന്റെ കഴുത്തിൽ താലിയില്ലല്ലോ? താലി കെട്ടാത്ത കല്യാണമോ രഘു? എന്താ സത്യം പറ, നീ ഇവിടെ കല്യാണം കഴിച്ചത് തന്നെയാണോ? എന്തൊരു ചോദ്യമാണ് അമ്മായി. കല്യാണം കഴിച്ചതാണെങ്കിൽ അവളുടെ കഴുത്തിൽ താലി എവിടെ? അതോ രജിസ്റ്റർ ഓഫീസ് വെച്ചായിരുന്നു അമ്മായി കല്യാണം കഴിച്ചത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ താലിയെട്ടണമെന്നല്ല അമ്മായി. ഇതെന്താ വല്ല പറമ്പോ നിലമാണോ രജിസ്റ്റർ ആക്കാൻ? മരുമകൻ പറയുന്നത് കേട്ടില്ലേ? രജിസ്റ്റർ ചെയ്തെന്ന്. കല്യാണം എന്ന് വെച്ച കളിയാണോ? ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ താലി കെട്ടണം. എന്റെ രഘു, നിന്റെ അമ്മായിയെ അടുത്തേക്കാ നീ വരുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നോ? ഒരു താലിച്ചെയിൻ വാങ്ങി അവളുടെ കഴുത്തിലിടാവായിരുന്നല്ലോ. ഞാനത് മറന്നുപോയി അമ്മാവ. ഇത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. ഇതെന്റെ ബിന്ദുവിന്റെ താലിശല്ലേ അമ്മായി? അതെ. ഇതെല്ലാം കാണിച്ച് അമ്മായി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും എന്നെ ഓർപ്പിക്കണം. 4 വർഷം ഒരുമിച്ച് ജീവിച്ച നിനക്ക് അവളെ മറക്കാൻ സാധിക്കുന്നില്ല. അവളെ പ്രസവിച്ച് 18 വയസ്സ് വരെ വളർത്തി എനിക്ക് വിഷമില്ലെന്നാണോ നീ പറയുന്നത്? അതല്ലമ്മ ഞാൻ പറഞ്ഞത്. നീ ഒന്നും പറയണ്ട. ഇത് രാധയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. അമ്മേ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? അതെ. അമ്മയ്ക്ക് ഞാൻ സ്വന്തം മകളെ പോലെയല്ലേ? അതെ രാധേ. എങ്കിൽ ആ രാധയാണ് പറയുന്നത്. അമ്മ തന്നെ അത് കെട്ടിത്തന്നാ മതി. വാഹന്റെ മുന്നിലുള്ള വിട്ട് കൊണ്ടക്കാട് കാറ്റുള്ള കാറ്റുള്ളാന് അല്ല കാറ്റ് മുഴുങ്ങാനേ. ആ മുന്നേ മീൻ വാങ്ങി മുഴുങ്ങ കാറ്റുണ്ടടാ. നമുക്ക് ആര് വാങ്ങി? എവിടുന്ന് വാങ്ങി? എന്ത് വാങ്ങി? വാപ്പ വാങ്ങി. ആ വാപ്പ വാങ്ങിയത് കഴിക്കുന്നു. വാപ്പനോട് വാങ്ങിക്കോളി. അങ്ങോട്ട് തന്നെ ഞാൻ വാങ്ങും. കഴിക്കണ സച്ച് ആകെ ഒരു കട്ടോളൂ പോകുമ്പോഴേക്കാ സാട്ടിന് ഒരു കുത്തില്ലേ? കഴിക്കണം. ആയിക്കോട്ടെ കഴിക്കാൻ. പെരുന്നാളിന് വാങ്ങിയ സാട്ടാണ് പോകുമ്പോഴേക്കാ. പെരുന്നാൾക്ക് ഞാൻ വാങ്ങിയ സച്ച് ഇട്ടതാ. ആ എല്ലാ പെരുന്നാളും നിങ്ങൾ തന്നെ വാങ്ങി തന്നാ മതി. കുത്ത് നിങ്ങൾ കുത്തിക്കണല്ലോ. കായ് എന്നല്ല സത്യം. ആ ഞമ്മളെ സത്യം നിങ്ങൾ നന്നായിക്കോളി. കവറിറക്കി പോട്ടെ. ആഹാ, ഞാൻ താഴെ മുഴുവനും നോക്കി. ഇവിടെ ഇരിക്കുകയാണോ? എന്തത്ര കാര്യമായി നോക്കുന്നത്? അതെ, ആ കുളം കണ്ടോ? ആ, എല്ലാ വൈകുന്നേരങ്ങളിലും ഞാനും ബിന്ദുവും കൂടി ആ കുളക്കടവിൽ പോയിരിക്കാറുണ്ടായിരുന്നു. മരിച്ചു പോയെങ്കിലും ബിന്ദുവിനോട് എനിക്ക് അസൂയ തോന്നി ചേട്ടാ. എന്തിന്? ഒരു പുരുഷന്റെ മനസ്സിൽ ഇത്രയേറെ സ്ഥാനം നേടിയെടുക്കാൻ കഴിയല്ലോ. മോനെ മോനെ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ മോൻ എന്നെ കണ്ടില്ലെങ്കിൽ ഒരേ കരച്ചിലാ പതിവ്. ഇന്ന് രാധയാണ് അവനെ ഉണർത്തിയത്. ഒരു കരച്ചിലുമില്ല. വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന് പുതിയ അമ്മ മതിയെന്നായി തങ്കമ്മേ. അതൊക്കെ ഒരു അഭിനയമല്ലേ? എല്ലാ രണ്ടാനമ്മമാരും ആദ്യം മക്കളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും. ആ കാലം പോകെയല്ലേ തനിനിറം പുറത്തു വരുന്നത്. അല്ലെന്ന് പറയാൻ ഞാൻ ആണല്ല തങ്കമ്മേ. തനിനിറം പുറത്തു വരുമ്പോഴെങ്കിലും അഭിനയമാണോ അല്ലയോ എന്ന് അറിയാമല്ലോ. അതുവരെ കാത്തിരിക്കുകയെന്ന് ഓർത്തിയുള്ളൂ. ഞാൻ ലോക നടപ്പ് പറഞ്ഞതേ ഉള്ളൂ കുഞ്ഞെ. ആ ലോകത്തിന്റെ നടപ്പ് ലോകത്തിനും നമ്മുടെ നടപ്പ് നടക്കും. തങ്കമ്മേ നീ അതൊന്നും പറയാതെ ജോലി നോക്ക്. അമ്മേ, അച്ഛൻ അന്വേഷിച്ചിരുന്നു. ഇതാ തോരയിടും.
കുഞ്ഞെ, ഞാനിങ്ങനെ പറഞ്ഞതിൽ കുഞ്ഞിന് വിഷമം തോന്നരുത്. ഒന്നുമില്ല. കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. കുഞ്ഞിന്റെ മാതിരി ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സിനിമയിലാണോ നാടകത്തിലാണോ എന്നൊരു സംശയം. ശരിയാ, സിനിമയിൽ എന്നെപ്പോലെ ആരും ഉണ്ട്. നിന്റെ ഭാര്യയെ നിന്റെ അമ്മായിക്ക് നന്നായി പിടിച്ചതുപോലെ തോന്നുന്നു. ആരെക്കുറിച്ച് ഒറ്റയടിക്കൊരു അഭിപ്രായം പറയാത്തവളാ. ഇപ്പൊ രാധയുടെ ഗുണഗണങ്ങളെ പറ്റി പറയാനേ നേരമുള്ളൂ. അതെ, രാധയ്ക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. നീ ഈ കുട്ടിയെ എങ്ങനെ കണ്ടെത്തി? എന്റെ ഓഫീസിന്റെ അടുത്ത ഓഫീസിലാണ് ജോലി. യാദർച്ഛ്യമായി കണ്ടുമുട്ടി, എനിക്കിഷ്ടപ്പെട്ടു. ഒരു മൂന്നാമകൻ മുഖേന ആലോചിച്ചു, വിവാഹം ചെയ്തു. ഓ, അപ്പോ രാധയ്ക്ക് ജോലിയും ഉണ്ടല്ലേ? മോനെ കൊണ്ടുപോയാലും രാധ ജോലിക്ക് പോവോ? ജോലി രാജിവെച്ചു കഴിഞ്ഞു. അത് ശരി. വേണ്ട മോളെ, എല്ലാം അമ്മ ചെയ്തോളാം. ഞാൻ കറിക്ക് കഷ്ണം നുറിക്കാൻ എങ്ങനെ ഇരിക്കുമെന്ന് അമ്മയൊന്ന് നോക്കണം. നീ വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് അടുക്കള വേല ചെയ്യാൻ തുടങ്ങിയാലോ? അടുക്കള പണിയിൽ അമ്മയെ സഹായിക്കാതല്ലാതെ എനിക്കിവിടെ വേറെ എന്താ പണി? എന്നാലേ എല്ലാം നിന്റെ ഇഷ്ടം. ദേ, കൈ മുറിക്കരുത്. വണ്ടി വരുന്ന കാലയും കൊണ്ട് വണ്ടി പോകുന്നേ വണ്ടീനെ എന്റെ മോളി ഈ വണ്ടിയിലെ എന്റെ പൊന്നു മോള് ശാന്ത വരുന്നുണ്ട്. അവിടെ പറയണമെങ്കിലേ ഈ പാളത്തേല് തലവെച്ച് കിടന്നാ മതി എന്ന് രാധ പറഞ്ഞു. മോളെ എന്താ രാധേ? ഒന്നുമില്ല, സ്വപ്നം കണ്ടതാ. സാരമില്ല, കിടന്നോളൂ. നാടകക്കാരി രാധേ ആ ബാങ്ക് മാനേജ് തട്ടിക്കൊണ്ടുപോയി കളഞ്ഞോടാ. അവളെ പാട്ടിന് പോട്ടെ ചേട്ടാ. ചേട്ടേ ഇവനെ അങ്ങോട്ട് ചാക്കി. അവള് പോയി കഴിഞ്ഞ ശേഷം എന്റെ സ്ഥലക്ക് നല്ല സുഖമില്ലാത്തതിനെ പോലെ. സത്യമാണ് ചേട്ടാ പറയുന്നത്? അതേടാ. എന്നാൽ ചേട്ടന് പറ്റിയൊരു ജോഡിയുണ്ട് ഇവിടെ. നാളെ തന്നെ രജിസ്റ്റർ ഓഫീസ് കച്ചേരി പോയിട്ട് നമുക്ക് ആ സംഗതി ഇവിടെ നടത്തിയാലെന്താ? ആരാളത്? അവളുടെ അമ്മ. നിന്റെ തന്തയെ കൊണ്ട് കണ്ടിക്കണം. ആശാനെ അമ്മയായാലും മോളായാലും പെണ്ണല്ലേ? എന്താ പറ്റി നീ പറഞ്ഞു? ആശാൻ അവളെ പിടിക്കലിട്ട് ഞാനാണ്. എന്താണ് ശൈത്താന്മാരെ രണ്ടും കൂടി കച്ചവടം കൂടുന്നത്? ഒന്നുമില്ല മോമക്ക. സംഗതി എന്താ വെച്ചാല് നമ്മളാ നാടകക്കാരി പെണ്ണില്ലേ രാധ, ഓള് ഇവിടുന്ന് പോയാലേശോ ആശാൻ ഇസ്തിരിയ തലേ കയറിക്കുന്നു. എവിടെയും പോയി ജീവിച്ചോട്ടോ. അവൾ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. അതിന് നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാം. എടാ വാസു, അന്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞ 3-ാം മാസമല്ലേ മറ്റൊരു തട്ടിക്കൊണ്ടായത്. ആദ്യം ഓളം പോയി കണ്ടുപിടിയാരപ്പേ. മോമക്ക ഇന്നൊക്കെ ഒരു ലെവലേശം വിവരല്ലേ? എന്താണോ ഈ ആശാന്റെ പെണ്ണിനെ തട്ടാൻ പറ്റിയ ഏതെങ്കിലും ഒരു ആൺകുട്ടികൾ പ്രദേശത്തുണ്ടോന്ന്? എന്താ ആശാന്റെ പെണ്ണല്ലേ ഇവിടെ ഒത്തിരി തട്ടിപ്പോയത്? ഓ എന്റെ പഹരെ, നിങ്ങളല്ലേ ദുനിയാവിലുള്ള മട്ടും ശരിയാവില്ലടാ. താൻ പോടോ കേക്ക. എടാ ഒഴിക്കണം. നമ്മളിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? 15 ദിവസമായി. എന്താ? ഒന്നുമില്ല, ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞതേയില്ല. രാധയ്ക്ക് പണം വല്ലതും ആവശ്യമുണ്ടോ? പണോ? ജോലി തീർത്തിട്ടേ ഞാൻ പണം തരുള്ളൂ എന്നൊന്നുമില്ല. രാധയ്ക്ക് വീട്ടിലേക്കോ മറ്റോ പണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, തരാം.
വേണ്ട, ഞാൻ ഒന്നിച്ചു വാങ്ങിച്ചോളാം. മോൻ ഉണർന്ന് കരയുന്നുണ്ടല്ലോ. മോൻ ഉണർന്നാൽ അമ്മായി നോക്കിക്കോളൂ. രാധ കിടന്നു. ഭാർഗവി, മോൻ കിടന്ന് കരയുന്നത് കണ്ടില്ല. പോയി കിടന്നുറങ്ങ്. എന്താ രാധേ? ഒന്നുമില്ല, ഞാൻ കരയുന്ന കേട്ട് വന്നു. അയ്യോ, ഞാനങ്ങ് ഉറങ്ങിപ്പോയി മോളെ. സാരമില്ല, അമ്മ ഉറങ്ങിക്കോളൂ. ഞാൻ ഉറങ്ങിക്കോളൂ. ഭാർഗവി, എന്തായിരുന്നു ഇത്? കുട്ടിയുടെ കാര്യത്തിൽ അവൾക്ക് എത്ര കണ്ട് ശ്രദ്ധയുണ്ടായിരുന്നു. ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. അമ്മ എന്ത് ചെയ്യും?
ദേവിച്ചേട്ടാ, ഞാൻ മോന്റെ അമ്മയെ അഭിനയിക്കാണ്. I'm sorry. ഞങ്ങളെ ഒന്നും അറിയിക്കാതെ രഹസ്യമായി സംഗതിയല്ല അങ്ങ് കഴിച്ചു കൂട്ടിയല്ലേ? മിടുക്കൻ. ചിരിക്കൊന്നും വേണ്ട. ആട്ടെ, എവിടെയാ ഭാര്യയുടെ വീട്? ടൗണിൽ. ടൗണിൽ എവിടെയാ? ടൗണിൽ നമ്മുടെ കോർട്ട് റോഡില്ലേ, അവിടെ തന്നെ. കോർട്ട് റോഡിൽ എവിടെയാ? കോർട്ട് റോഡിൽ നമ്മുടെ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ ഉണ്ടല്ലോ, അതിനടുത്താ. അവിടെയല്ലേ നമ്മുടെ അഡ്വക്കേറ്റ് ബാലഗോപാലിന്റെ വീട്? ബാലഗോപാല്? ബാലഗോപാലിന്റെ അത്ര അടുത്ത് പോണ്ട, കുറച്ച് ഉള്ളിലേക്ക് പോയാൽ മതി. ആ ഭാഗമെല്ലാം എനിക്ക് നന്നായി അറിയാം. ടൗണിൽ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരേല ചോറോ താൻ തന്നില്ല, പക്ഷേ കല്യാണത്തിന്റെ ചെലവ് ചെയ്യാതെ രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതുന്ന. എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മാവനകത്തുണ്ട്. വലിയ ശക്തിയുള്ള ദേവി ഇവിടെ പ്രതിഷ്ഠ. വിളിച്ചാ വിളിപ്പുറത്ത്. തങ്കമ്മ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ വിളിച്ചാൽ ആര് വിളി കേൾക്കാനാ? ബിന്ദുമോൾ ഉണ്ടായിരുന്നപ്പോ ദിവസം ഇവിടെ വന്ന് തൊഴാറുണ്ടായിരുന്നു. രാധേ, തങ്കമ്മ പോയിക്കോളാം, ഞാനിപ്പോ വരാം. വാസു, ഓർമ്മയുണ്ടല്ലേ? എങ്ങനെ ഇവിടെ എത്തി? എന്റെ കാലിൽ ചക്രരേഖയുണ്ട്. ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തും. എന്തിനു വേണ്ടി? പറയാം. നീ ഇവിടെ ഉത്തമയായ മരുമകളായിട്ട് വിലസുകയല്ലേ? നീ ആരായിരുന്നുവെന്ന് ആ അമ്മ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്ന് വെച്ചോ? എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എനിക്ക് കുറച്ച് പണം വേണം. അത് നീ തന്നാൽ ആരോടും ഒന്നും പറയാതെ വെക്കോളാം. ശരി, നാളെ ഈ നേരത്തെ ഞാനിവിടെ വരാം. വെറുതെ വരരുത്, പണത്തോടെ വരണം. അയാള് വന്ന് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സംഗതി എല്ലാം കുഴഞ്ഞു. പിന്നെ നമ്മുടെ മോനെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാ, കുറച്ച് പണം കൊടുത്ത് ഈ തൊല്ലെ ഒഴിവാക്കാൻ പറ്റുമോ നോക്ക്. ആട്ടെ, അയാളുടെ എന്ന് കാണാമെന്നാ പറഞ്ഞേ? നാളെ. ശരി. ഇതാ. എത്രയുണ്ട്? 500. 500 രൂപയോ? ഇതെനിക്ക് 5 ദിവസത്തെ ചെലവിനില്ലല്ലോ. പിന്നെ നിനക്ക് എത്രയാ വേണ്ടത്? അങ്ങനെയോ? ഇതും നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലേനും കിട്ടിയാൽ തൽക്കാലം മതിയാവും. ഈ മാല എന്റേതല്ല, ഇത് നിനക്ക് തരാനും പറ്റില്ല. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. നിന്റെ ഈ കള്ളക്കളി നിന്റെ വീട്ടിൽ വന്ന് വിളിച്ചതാക്കി തരാം. ഈ പണം വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ? മാല ഞാൻ പറഞ്ഞില്ലേ തരാൻ പറ്റില്ലെന്ന്. എങ്കിൽ ഞാൻ വീട്ടിൽ വരാം. ഇഷ്ടമുള്ളത് ചെയ്യണം. അപ്പോഴേ ഞാൻ ഇന്നുകൂടി സമയം തരുന്നു. വീട്ടിൽ ചെന്ന് ആലോചിച്ച് നാളെ ഈ നേരത്ത് വാ. പണം കൊടുത്തിട്ടും അവൻ സമ്മതിച്ചില്ലേ? 500 രൂപ പോരെന്ന്. എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും കൂടെ വേണമെന്ന്. ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. നന്നായി. ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആശാനെ, അവര് വരാതിരിക്കോ ആശാന്? വരുമടേ. എനിക്കിടോ. തന്റെ പേരാണോ വാസു? അതെ. എന്റെ പേര് രഘു, രാധയുടെ ഭർത്താവാണ്. എനിക്കറിയാം. അറിയാം അല്ലേ? മാല കിട്ടിയെങ്കിലേ താൻ പോവല്ലേ? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ ഞാൻ താനെ വെക്കണം സാർ. എന്താ ഇന്ന് കച്ചവടം ഒന്നും ഇല്ലേ? കൂടെ സൈക്കിളൊന്നും കാണുന്നില്ല. ഇന്ന് കളപ്രസം ഒന്നുമില്ല. ആഹാ, നിങ്ങൾ എവിടുന്ന?
ഞാൻ തുന്നക്കട വരെ പോയതായിരുന്നു. നമ്മളെ രാധക്കുട്ടി ഇന്നും വന്നില്ലല്ലേ? അവൾ 1 മാസത്തെ പരിപാടിക്കല്ലേ പോയിരിക്കുന്നു മമ്മദക്ക. വരാൻ ഇനിയും 1-2 ദിവസം കഴിയും. 1-2 ദിവസം എന്ന് പറഞ്ഞാല് 1-2 കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. ഒറ്റ ദിവസം ആ പെൺകുട്ടിനെ കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല ദേവിയമ്മ. മരിച്ചുപോയ നമ്മളെ ആമിനെ കുറിച്ചിനാണ് നമ്മളെ മനസ്സിൽ ഓർമ്മ വരണത്. എന്തു ചെയ്യും? പണിയില്ലാത്ത ഓരോ ദിവസമാണ് ഇങ്ങനെ സ്ഥലങ്ങളിൽ വരണത്. എന്ത് ചെയ്യാനാ? നാളെ അവര് പുറപ്പെടും ഇല്ലേ ഭാർഗവി? മോനെ വീട്ടിൽ നിന്ന് പോയാ പിന്നെ ഇവിടെ ആളില്ലാതെയോ? അത് മോൻ പോകുന്നതുകൊണ്ട് മാത്രമല്ല, രാധ പോകുന്നതുകൊണ്ട് കൂടിയാ. അവൾ ഈ വീട്ടിൽ വന്നേ പിന്നെ നമ്മുടെ മോളി വീട്ടിൽ വന്നതുപോലെയാ എനിക്ക്. ദൈവാനുഭവം കൊണ്ട് രാധയെ പോലുള്ള ഒരു പെണ്ണിനെ രഘുവിന് കിട്ടിയത്. ഇനി ഏതായാലും നമുക്ക് മോന്റെ കാര്യത്തിൽ പേടിക്കണ്ടല്ലോ. നമ്മളെക്കാൾ നന്നായി അവള് മോനെ നോക്കിക്കോളും. അച്ഛാ അച്ഛാ അച്ഛാ, അച്ഛൻ പാല് കുടിച്ചിട്ടില്ലല്ലോ, കൊണ്ടുവരട്ടെ? എനിക്കിന്ന് വേണ്ട മോളെ. രാധേ, അച്ഛന് മരുന്ന് കഴിക്കാനുണ്ട്. അതിനുശേഷം അമ്മ എടുത്തു കൊടുത്തോളാം. വരും മോനെ. ഇനി ഒരു ദിവസം കൂടിയല്ലേ നിന്നെ എടുക്കാൻ പറ്റൂ. ഭാർഗവി, അവൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, അവനെ ശല്യപ്പെടുത്തണ്ട. മോളെ, 2-3 മാസത്തേക്ക് ഇനി അച്ചാർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം അമ്മ ഉണ്ടാക്കി ഭരണിയിൽ വെച്ചിട്ടുണ്ട്. ഇത് മോനെ തേപ്പിക്കാനുള്ള കാച്ചി എണ്ണ, ഇത് മോൾക്ക് തേക്കാനുള്ള കാച്ചി എണ്ണ. അല്ലെങ്കിൽ കണ്ണി കണ്ടതൊക്കെ വാരി തേച്ച് നീ നിന്റെ മുടി നശിപ്പിക്കും. പിന്നെ നീ തണുപ്പുള്ള ആഹാരങ്ങളൊന്നും അധികം കഴിക്കരുത്. നിനക്ക് ജലദോഷം വന്നാൽ അത് മോനും പകരും. നീ എന്തിനും മോളെ കരയണത്? നിന്നെ പിരിയുന്നതിൽ അമ്മയ്ക്കും ദുഃഖമുണ്ട്. ഒരുത്തി എന്നേക്കുമായി എന്നെ പിരിഞ്ഞുപോയി. അതിനുശേഷം ഞാനിനി കരയില്ലാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. തങ്കമ്മേ, ഇതെല്ലാം കാറിൽ കൊണ്ടുവയ്ക്ക്. വരുമോളെ. ഇനി വൈകിക്കണ്ട, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. ചെന്നെത്തിയ ദൂരത്തിന് ഉടനെ കത്തെഴുതണേ രഘു. എല്ലാം അമ്മ പറഞ്ഞ പോലെ ചെയ്യണം മോളെ. ശരിയമ്മേ. നീ എന്തിനാ ഭാർഗവി കരയുന്നേ? ഒറ്റ ദിവസത്തെ യാത്രയല്ലേ ഉള്ളൂ. നമുക്കെപ്പോ വേണമെങ്കിൽ പോയി കണ്ടുകൂടെ? ചേട്ടാ, കാർ എന്താ അവിടെ നിർത്തിയത്? മോൻ ഉറങ്ങിയോ? അവൻ വീട്ടിൽ നിന്ന് തിരിച്ചപ്പോഴേ ഉറങ്ങി. എന്താ? നമ്മൾ ഈ വളഞ്ഞ വഴിയിൽ വെച്ചാണ് യാത്ര ആരംഭിച്ചത്. എന്താ രാധേ, ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നല്ലേ നല്ലത്? ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് രാധ അഭിനയിച്ചു. ആർക്കും ഒരു സംശയം തോന്നിയില്ല. എല്ലാവർക്കും
രാധ ഇഷ്ടപ്പെട്ടു. അഡ്വാൻസ് തന്ന 1000 രൂപ കണക്കിലെടുക്കണ്ട. ഇത് 5000 രൂപയുണ്ട്. രാധയ്ക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. വേണ്ട രവിചേട്ടൻ, ഐ എം സോറി. വേണ്ട സാർ, ഞാനൊരു നടിയാണ്, അഭിനയിക്കായിരുന്നു. സാധാരണ നാടകം കഴിഞ്ഞ് വേഷമെല്ലാം അയച്ചു വെച്ചതിന് ശേഷമാണ് പ്രതിഫലം വാങ്ങിക്കല് പതിവ്. ഇവിടെ ഞാൻ എന്റെ വേഷം ഇനി അയച്ചു വെച്ചിട്ടില്ല. നാടകം കഴിഞ്ഞില്ലേ? ഇനി രാധയ്ക്ക് വേഷം അയക്കാം. അതിനെനിക്ക് അല്പം കൂടി സമയം തന്നൂടെ? സമയമോ? അതെ, സാധാരണ ഒരു നാടകത്തില് 3 മണിക്കൂറേ വേഷമിടേണ്ടി വരാറുള്ളൂ. ഇതൊരു മാസം തുടർച്ചയായി മോന്റെ അമ്മയായി രാവും പകലും അഭിനയിക്കേണ്ടി വന്നു. പൊടുന്നനെ അവനെ പിരിഞ്ഞു പോകാൻ എനിക്ക് പറ്റുന്നില്ല സാർ. രാധയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല. സാറ് വിചാരിക്കുന്ന പോലെ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. നിങ്ങളുടെ ഭാര്യയായി കാറിന്റെ മുൻസീറ്റിലിരുന്ന് സഞ്ചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിന് അർഹതയുമില്ലെന്ന് എനിക്കറിയാം. മോന്റെ ആയെ കാറിന്റെ പിൻസീറ്റിലിരിക്കാനെങ്കിലും എന്നെ അനുവദിച്ചൂടെ? ഇതെന്റെ ഒരു അപേക്ഷയാണ് സാർ. പ്ലീസ് ഡോണ്ട് ബി എമോഷണൽ. അത് അവസാനം ബുദ്ധിമുട്ടുകൾക്കിടയാക്കും. രാധയ്ക്കറിയാമോ, എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ മകന്റെ സ്നേഹം പങ്കിടാൻ മറ്റൊരാൾ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഇത് വാങ്ങിക്കൂ. എനിക്ക് പണം വേണ്ട സാർ. പണം വേണ്ടെന്നോ? പണത്തിന് വേണ്ടിയല്ലേ രാധ ഇറങ്ങി തിരിച്ചത്? ആയിരുന്നു. പണത്തിനേക്കാൾ വളരെയേറെ വിലയുണ്ട് മോന്റെ സ്നേഹത്തിനെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സ്നേഹത്തിന് പ്രതിഫലം തന്ന് സാറിനെ ഒരു കൂലിക്കാരിയാക്കരുത്. രാധ എന്നെ ഒരു കടങ്കാരനാക്കാനാണോ ഭാവം? അല്ല, സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ തന്ന ആഭരണങ്ങളെല്ലാം ഡിക്കിലുള്ള പെട്ടിയിലുണ്ട്. ഞാൻ പോകുന്നു. രാധേ, എന്താണ്? ആ താലി ചെയിൻ ഇതെനിക്ക് നിങ്ങൾ തന്നല്ലോ, എനിക്ക് അമ്മ തന്നാണ്. ഇത് ഞാൻ തരില്ല. ഒരിക്കലും ഒരു അമ്മയെ അഭിനയിച്ച ഓർമ്മയ്ക്ക് എനിക്കിത് വേണം. പക്ഷേ എന്താണ് പക്ഷേ? ഓ, ഞാനിത് വെച്ചുകൊണ്ട് അവകാശവാദം പറഞ്ഞു വരുന്ന കരുതിയല്ലേ? അതിനെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മാസത്തിനിടയിൽ എനിക്ക് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ഒരു ആനന്റെ സ്വഭാവം കാണിച്ചു. അയ്യോ, അതുകൊണ്ടല്ല, ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന് കരുതിയാണ്. നിങ്ങൾക്ക് ഈ താലിച്ചെയിൻ കിട്ടിയേ കഴിയൂ? അതെ. എങ്കിൽ ഞാൻ ഈ റോട്ടിൽ കിടന്നു തരാം. എന്റെ ശരീരത്തോടെ ഈ കാർ ഓടിച്ച് ഞാൻ മരിച്ചതിന് ശേഷം ഇത് കൊണ്ടുപോയിക്കോളൂ. വേണ്ട രാധേ, രാധയ്ക്ക് അത്ര താല്പര്യമാണെങ്കിൽ അതെടുത്തുകൊള്ളൂ. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. രാധയോ, നീ ഇന്ന് തന്നെ വന്നെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ജോലിയൊക്കെ സുഖമായിരുന്നോ മോളെ? അമ്മയ്ക്ക് പഴയതുപോലെ തന്നെ. മോളെ ശാന്തേ? ശാന്തല്ല,
രാധയാണ്. എന്റെ മോള് ശാന്ത വന്നില്ലേ? ശാന്ത വന്നില്ല. എന്റെ ആള് വരാത്തേ? എന്താ രാധ വല്ലാതെ നിൽക്കുന്നേ? ഒന്നുമില്ല. നാടകമൊക്കെ കഴിഞ്ഞില്ലേ? കാശ് കൊടുക്കാനുള്ളവരെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുക. ആ വാടകക്കാരനുണ്ടല്ലോ, അയാൾക്ക് പണം നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. ചേച്ചി എന്താ? എന്റെ കയ്യിൽ കാശില്ല. അതെന്താ? നാടകക്കാർ പണം തന്നില്ലേ? ഞാൻ അഭിനയിച്ച വേഷത്തിന് കണക്ക് പറയാൻ എനിക്ക് സാധിച്ചില്ല. അത്രയ്ക്ക് നല്ലൊരു വേഷമായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത്രയും നല്ലൊരു വേഷം എനിക്ക് കിട്ടിയിരുന്നില്ല. എന്ന് വെച്ച് ആരെങ്കിലും ചെയ്ത ജോലിക്ക് കൂലി വാങ്ങിക്കാതെ വരുമോ? നീയൊന്നും ജീവിക്കാൻ പഠിച്ചിട്ടില്ല പെണ്ണെ. എനിക്ക് ജീവിക്കാനാണോ അറിഞ്ഞുകൂടാത്തത്, അതോ അഭിനയിക്കാനോ? ഈ ലോകത്ത് നീ മാത്രം കുറച്ച് ആത്മാർത്ഥത കാണിച്ചതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല രാധേ. നീ പണം വാങ്ങാഞ്ഞത് വലിയ വിഡിത്തമായി. വാങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല മാസ്റ്ററെ. നീ നിന്റെ തൊഴിൽ മറന്ന് അഭിനയത്തിൽ നിന്റെ ജീവിതം കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഞാനറിയാതെ അത് സംഭവിച്ചു. എനിക്ക് ജീവിതം മടുത്തു. ഒരിക്കലെങ്കിലും ജീവിതം മടുത്തു എന്ന് തോന്നാത്തവരായി ആരുണ്ട് ഈ ലോകത്തിൽ? ആ കാലം ചെല്ലുമ്പോൾ നിന്റെ ഈ ദുഃഖവും മാറും. കടൽ തേടിയൊഴുകുന്ന പുഴയോ, കര തേടി അലയുന്ന തീരയോ, കടൽ തേടിയൊഴുകുന്ന പുഴയോ, കര തേടി അലയുന്ന തീരയോ, ഏതാണ് സത്യമെന്നറിയാതെ ഞാനിന്നും ഒരു വഴി തേടി നടക്കൂ. എന്നും പെരുവഴി തന്നിൽ നടക്കൂ. കടൽ തേടിയൊഴുകുന്ന പുഴയോ, കര തേടി അലയുന്ന തീരയോ. എത്തുന്ന പുഴയെ തേങ്ങി കരഞ്ഞുകൊണ്ടെന്തേ ഉണർന്നു. തിരിച്ചോടിയെത്തുന്ന പുഴയെ തേങ്ങി കരഞ്ഞുകൊണ്ടെന്തേ ഉണർന്നു. ആഴിതന്നടിത്തട്ടിൽ ഊറിയ കണ്ണീരിൻ ഉപ്പുരസം പുഴ നുകർന്നില്ലേ, നുകർന്നില്ലേ, നുകർന്നില്ലേ. കടൽ തേടി ഒഴുകുന്ന പുഴയോ, കര തേടി അലയുന്ന തീരയോ. കയറുന്ന തിരകൾ പൊട്ടി ചിരിച്ചുകൊണ്ടെന്തേ ഇറങ്ങി. കുതിച്ചോടി കയറുന്ന തിരകൾ പൊട്ടി
ചിരിച്ചുകൊണ്ടേ ഇറങ്ങി തോൽവിതൻ വേദന മായ്ക്കാനോ കരയെ തോൽപ്പിച്ചു തളർന്നിട്ടോ 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 കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ ഏതാണ് സത്യമെന്നറിയാതെ ഞാനിന്നും ഒരു വഴി തേടി നടക്കൂ എന്നും തിരുവഴി തന്നിൽ നടക്കൂ കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ. എന്റെ ചെലവില് ഒരു ബിസ്ക്കറ്റ് എടുത്ത് തിന്നാളെ. അല്ല ഹമീദ് എവിടെ പോയിട്ടാ വരുന്നത് പറയാം. നമുക്ക് കുറച്ചേരം ഇവിടെ നിന്ന് ഇരിക്കാം. തന്റെ പുതിയ നാടകത്തിന്റെ കാര്യം കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ. എന്റെ ചെലവില് ഒരു ബിസ്ക്കറ്റ് എടുത്ത് തിന്നാളെ. അല്ല ഹമീദ് എവിടെ പോയിട്ടാ വരുന്നത് പറയാം. നമുക്ക് കുറച്ചേരം ഇവിടെ നിന്ന് ഇരിക്കാം. തന്റെ പുതിയ നാടകത്തിന്റെ കാര്യം എന്തായി? അതിനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കാ വേണം. അതെന്താ അങ്ങനെ? ഒരു സർബത്ത് തന്നെ, ഒരു മുറുക്കാൻ. റിഹേഴ്സൽ ഉണ്ടാവും വിചാരിച്ചാ ലീവ് എടുത്തത്. ക്യാമ്പിൽ ചെന്നപ്പോ ഒറ്റ ഒരുത്തനുമില്ല. ഒരു ലീവ് വെറുതെ ആയി. തന്റെ ഈ നാടകഭ്രാന്ത് കൊണ്ടേ ബാങ്കിലെ ജോലി പോകുന്ന എനിക്ക് പോകാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ അടുത്തിന്റെ വീട്ടിലെ കോയിന്റെ മാതിരി ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ ഒരു കാര്യം, രഘുസാർ ബാങ്കിലുള്ളിടത്തോളം കാലം എന്റെ ജോലി പോവില്ല, അതുറപ്പാ. അല്പം നാടക താല്പര്യമുള്ള ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ ആ നാടകക്കാരി രാധയെ ഒരു മാസത്തിന് വഹിച്ചുകൊണ്ട് പോയോ. അനാവശ്യം പറയും. അങ്ങയുടെ കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഒരു നാടകമായിരുന്നു. നാടകോ? പിന്നല്ലാണ്ട് ഭാര്യ മരിച്ചതിന് ശേഷം അങ്ങയുടെ കുഞ്ഞ് ഭാര്യ വീട്ടിലായി. രണ്ടാം കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് രാധയെ വേഷം കെട്ടിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞിനെ കിട്ടിയത്. നാട്ടുകാർ പറയുന്നത് വേറെയാ. നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുവിടാത്തത്? എടോ, രഘുസാറിന് പെണ്ണ് വേണമെങ്കിൽ ഇവിടെ കിട്ടത്തുള്ളൂ. വേറെ എത്ര എണ്ണത്തിന് ഈ നാട്ടിൽ കിട്ടാനുണ്ട്? സാർ മുറുക്കാൻ. നീ രഘുവിന്റെ ഭാര്യയാണല്ലേ? അമ്മാവ്, പണത്തിന് വേണ്ടി നീ ഇങ്ങനൊന്നും ചെയ്തായിരുന്നു. നീ എന്നെ വഞ്ചിച്ചു, പോട്ടെ. എന്റെ ഭാര്യയെ വഞ്ചിച്ചു, അതും പോട്ടെ. ആ കൊച്ചു കുഞ്ഞിനെ നിനക്ക് എങ്ങനെ വഞ്ചിക്കാൻ സാധിച്ചു? നീയൊക്കെ ഏത് കുടുംബത്തിലായി ജനിച്ചത്? അന്യന്റെ കൂടെ ഭാര്യയായി വേഷം കെട്ടാൻ തുടങ്ങിയ നിനക്കൊക്കെ നാളെ കൊണ്ടോടി. ഉറങ്ങിക്കിടന്നപ്പോ ഞങ്ങളുടെ കഴുത്തറത്തിട്ട് വരാഞ്ഞത് ഭാഗ്യമായി. നിനക്കും ഈശ്വരനോ? നിന്നെയൊക്കെ മണ്ണെണ്ണ ഒഴിച്ചു ചുടാൻ ഈ നാട്ടിലാണുങ്ങളില്ലാതായിപ്പോ. ഈ കണ്ണീരൊന്നും വേണ്ടി കാണണ്ട. ഇതിനേക്കാൾ നന്നായി ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചവളല്ലേ നീ? ഇതാ നോക്ക്, ഇങ്ങനെ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് വല്ല വിഷവും തിന്ന് ചത്തുകൂടാ. കൊച്ചു കുഞ്ഞിനെ നിനക്ക് ഇങ്ങനെ വഞ്ചിക്കാൻ സാധിച്ചു? നിന്നെയൊക്കെ മണ്ണെണ്ണ ഒഴിച്ചുടാൻ ഈ നാട്ടിൽ ആണുങ്ങളില്ലാതായിപ്പോയി. ഇങ്ങനെ പണം
കിടക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് പല വിഷവും നിന്ന് ചത്തുകൂടെ? നീ എന്താ പെണ്ണെ ഇങ്ങനെ ലോകം മറന്ന് മരം പോലെ കുത്തിയിരിക്കുന്നത്? ഇത്തവണ ജോലി കഴിഞ്ഞു വന്നതിന് ശേഷം നിനക്ക് എന്ത് പറ്റി മോളെ? നീ പഴയ രാധയല്ലല്ലോ. എനിക്കൊന്നുമില്ല ചേച്ചി. നിന്റെ ഊണൊക്കെ കഴിഞ്ഞോ? ഞാൻ ആ വടക്കേതിലെ കൈരളിയുടെ വീട്ടിൽ വരെ പോവുക. അവളുടെ അച്ഛനും അമ്മയും അവിടെ ഇല്ല. ഞാൻ നാളെ വരും. ചേച്ചി വയ്ക്കോ. നീ പുറത്തിങ്ങനെ തനിച്ചിരിക്കാതെ അകത്ത് കയറി കഥ അടയ്ക്ക. രഘു, നീ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുമായിരുന്നു അല്ലേ? കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞത് അവന്റെ ഭാവി ആലോചിച്ചിട്ടാ, അല്ല നിന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് സ്വന്തമാക്കാനായിരുന്നില്ല. പ്ലീസ് ഡോണ്ട് ബി എമോഷണൽ. രാധയ്ക്കറിയാമോ, എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ മകന്റെ സ്നേഹം പങ്കിടാൻ മറ്റൊരാൾ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഓ, നീ അവന്റെ അച്ഛനും അമ്മയും ആകാൻ ആഗ്രഹിച്ചു അല്ലേ? ആ കറ ഈ ഭൂമത്തിന് സാധിച്ചിട്ടുള്ളത് ഒരു സ്ത്രീക്ക് മാത്രമേ അത് കഴിയൂ. സാറ് വിചാരിക്കുന്ന പോലെ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. നിങ്ങളുടെ ഭാര്യയെ കാറിന്റെ മുൻസീറ്റിൽ നിന്ന് സഞ്ചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിന് അർഹതയുമില്ലെന്ന് എനിക്കറിയാം. പോണ്ടായി കാറിന്റെ പിൻസീറ്റിലിരിക്കാനെങ്കിലും എന്നെ അനുവദിച്ചൂടെ? ഇതിന്റെ ഒരു അപേക്ഷയാണ് സാർ. അത് ശരി, നിനക്ക് സ്നേഹം പങ്കുവയ്ക്കുന്നത് ഇഷ്ടമല്ലേ? സ്നേഹം പങ്കുവയ്ക്കണ, അതാണ് മനുഷ്യത്വം. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ അവലെന്നായിരിക്കും രഘു ആലോചിച്ചത്. 10 പ്രസവിച്ചാലും ഒരു സ്ത്രീക്ക് ചിലപ്പോ അമ്മയാൻ പറ്റിയെന്ന് വരില്ല ഡോക്ടർ. സ്നേഹിക്കാനും വാത്സല്യം പകരാനും കഴിയുന്നവർക്ക് അമ്മയാൻ പറ്റി. അത് രാധയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുഞ്ഞ് സ്നേഹിക്കുന്ന ആളെ കണ്ടാൽ കുഞ്ഞിന്റെ അസുഖം മാറും. എനിക്കറിയാം. ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്നില്ല. അമ്മയാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണവൾ. ആ ആഗ്രഹത്തിന് മുമ്പിൽ അവൾ അവളെ തന്നെ മറന്നു. എനിക്ക് പണം വേണ്ട സാർ. പണം വേണ്ടെന്നോ? പണത്തിന് വേണ്ടിയല്ലേ രാധ ഇറങ്ങി തിരിച്ചത്? അതാണ് ഇവൻ കൊടുത്ത കാശ് അവൾ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോയത്. പണത്തിന് എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഈ വിട്ടിക്ക് അവളെ മനസ്സിലാവില്ല. ആ താലിച്ചെയിൻ ഇത് ഞാൻ തരില്ല. ഒരിക്കലും ഒരു അമ്മയെ അഭിനയിച്ച് ഓർമ്മിക്ക്. എനിക്കിത് വേണം. പക്ഷേ ഓ, ഞാനിത് വെച്ചുകൊണ്ട് അവകാശവാദം പറഞ്ഞു വരുന്ന കരുതിയല്ലേ? നിങ്ങൾ ശരിക്കും ഒരു ആണിന്റെ സ്വഭാവം കാണിച്ചു. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇവന്റെ തെറ്റിന് ഞാൻ അവളെ വേദനിപ്പിച്ചു. നീ സ്വാർത്ഥനാണ് രഘു. എന്റെ അനന്തരവനാണെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരാഴ്ച അവനെ കാണാതിരുന്നിട്ടുണ്ട്. അവന്റെ അമ്മൂമ്മ ആശുപത്രിയില്ല. ഒരമ്മയുടെ സ്നേഹം നിനക്ക് മനസ്സിലായില്ല രഘു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ അവനൊരമ്മ വേണം. ബാക്കി കാര്യം നീ തീരുമാനിച്ചു. ഇങ്ങനെ പണമുണ്ടാക്കുന്നതിനേക്കാൾ നിനക്ക് വല്ല വിഷമൊന്നും ചത്തുകൂടെ? ശാന്ത എപ്പോഴാ വരിക മോളെ? എന്ന് വരും? എപ്പോഴാ? രാത്രി വണ്ടിക്ക് വരൂ. എന്റെ മോളിന്ന് വരും.
എന്റെ മോളിന്ന് വരും. ഞാൻ അവളെ കാണാൻ പോവാ. നീ വരുന്നില്ലേ? നിന്റെ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു തരാൻ വന്നിരിക്കുകയാണ് ഞാൻ. എന്റെ മോന്റെ സ്നേഹം ആരും പങ്കിട്ടിരുന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അവന് നിന്നോടുള്ള സ്നേഹത്തിന് ഇത്രയ്ക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ തോറ്റിരിക്കുന്നു രാധേ, എന്നോട് ക്ഷമിക്കൂ.